തോമസ് പാസ്റ്ററെ 7:02 നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സ്തോത്രം സ്തോത്രം തുടങ്ങാം പാസ്റ്റർ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിന്റെ പരിശുദ്ധമായ നാമം ഈ രാത്രി വാഴ്ത്തപ്പെടുമാറാകട്ടെ. പാസ്റ്റർ രവി നമ്പ്യാർ, കർത്താവിന്റെ പരിശുദ്ധമായ നാമം ഈ രാത്രി വാഴ്ത്തപ്പെടുമാറാകട്ടെ. परमेश्वर की अति पवित्र नाम को इस शाम के वक्त हम धन्यवाद देते हैं. ഒരു പ്രാവശ്യം കൂടെ കർത്താവിന്റെ പാദപീഠത്തിൽ നമുക്ക് ഒരുമിച്ച് ഈ സൂം മീറ്റിംഗ് ആയി കൂടി വരുവാൻ കർത്താവ് സഹായിച്ചതോർത്ത് കർത്താവിന് സകല മഹത്വവും കൊടുക്കുകയാണ്. और एक बात, इस जूम मीटिंग के जरिए हम सबको एकत्रित होने के लिए प्रभु ने सहायता किया. प्रभु को धन्यवाद. ഈ മീറ്റിംഗിൽ കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. കടന്നു വരാനുള്ള പ്രിയപ്പെട്ടവരെയും കർത്താവ് എത്രയും വേഗം കൊണ്ടുവരാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. जितने भक्तजन इसमें शामिल हो गए हैं और जो लोग आने वाले हैं सभी के लिए हम प्रार्थना करते हैं. സൂം വഴിയായി നടത്തുന്ന 14ാമത്തെ മീറ്റിംഗ് ആണ് നമ്മുടെ ഇന്നത്തെ മീറ്റിംഗ്. और जूम के जरिए चलाने वाला 14वां मीटिंग है आज हमारे मीटिंग. നമുക്ക് പ്രാർത്ഥിക്കാം. ഈ മീറ്റിംഗിന്റെ അനുഗ്രഹത്തിന് വേണ്ടി നമുക്ക് ആത്മാർത്ഥമായ ദൈവത്തോട് പ്രാർത്ഥിക്കാം. हम प्रार्थना करेंगे इस मीटिंग का आशीष के लिए. हम पूरे दिल से हम प्रार्थना करेंगे. നമ്മുടെ മിഷന്റെ വൈസ് പ്രസിഡന്റ് പാസ്റ്റർ ജോസ് എബ്രഹാം ഇപ്പോൾ പ്രാർത്ഥിച്ച് മീറ്റിംഗ് ആരംഭിക്കുന്നതായിരിക്കും. और हमारे लव एंड कांग्रेगेशन के वाइस प्रेसिडेंट पास्टर जॉस अब्राहम जी आज प्रार्थना करके इस मीटिंग की शुरुआत करेंगे. आइए हम प्रार्थना करेंगे. लेट अस प्रे. ग्लोरीफाई गॉड. പരിശുദ്ധനും നിത്യനുമായ ഞങ്ങളുടെ സ്വർഗീയ പിതാവാം ദൈവമേ, हमारे स्वर्गीय पिता पवित्र परमेश्वर, വളരെ ആദരവോടും ഭയത്തോടും വിറയലോടും ദൈവത്തിന്റെ സന്നിധിയിൽ താങ്ക്സ് ഗിവിംഗോടും നന്ദിയോടും കൂടി അടിയങ്ങളായിരിക്കുന്നു. ഹല്ലേലൂയ. और हम बहुत धन्यवाद और डर भय के साथ में आपके सन्मुख में बैठे हुए हैं. കഴിഞ്ഞ ഒരാഴ്ചക്കാലം കർത്താവ് ഞങ്ങളെ കാത്തുകൊണ്ട് വലിയ കൃപയ്ക്കായ കർത്താവിനെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. और पिछले हफ्ते पर हमें चला हुआ सारे बातों के लिए हम आपको धन्यवाद देते हैं, आपको स्तुति करते हैं. നിന്റെ ഭാഗത്ത് 1000 പേരും വലത്ത് ഭാഗത്ത് 10000 പേരും വീഴുമെങ്കിലും അത് നിന്നോട് അടുത്ത് വരികയില്ല. ഗ്ലോറിഫൈ ഗോഡ്. तेरी और 1000 और तेरी दाहिने और 10,000 गिरेंगे मगर वो तेरे निकट कभी नहीं आएंगे. കർത്താവിന്റെ വലിയ വാഗ്ദത്തത്തിനായി അടിയങ്ങളെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. परमेश्वर का बड़ी वाचा के लिए हम आपके धन्यवाद देते हैं, स्तुति करते हैं. ഞാൻ നിന്നെ എന്റെ ഉള്ളം കയ്യിൽ വഹിച്ചിരിക്കുന്നു എന്ന് പ്രവാചകൻ വിളിച്ചു പറഞ്ഞു. ഹല്ലേലൂയ. उसने भविष्य से मैंने तुम्हें अपने हथेली पर रखा है. അതങ്ങനെ തന്നെ ആയിരിക്കട്ടെ എന്ന് അടിയങ്ങൾ വീണ്ടും പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ പിതാവേ, हम आपसे प्रार्थना करते हैं पिता, वो ऐसा ही होने के लिए हम आपसे दुआ करते हैं. ഇന്ന് രാത്രി ഒരേ മനസ്സോടെ ഒരേ ആത്മാവിലും ബാധങ്ങളും ഒരുമിച്ച് അടിയങ്ങളായിരിക്കുമ്പോൾ കർത്താവിന്റെ നാമത്തെ ഉയർത്തുവാൻ സ്വർഗ്ഗം സഹായിക്കണം. और आज शाम के वक्त पूरा एक मन के साथ में जब हम इस प्लेटफॉर्म में हैं तो प्रभु आप हमें सहायता करें. ലവ് ആൻഡ് ഹോപ്പ് ഫോർ കോൺഗ്രിഗേഷന്റെ എല്ലാ പ്രിയപ്പെട്ടവരെയും താവിന്റെ ദാസന്മാരെയും പ്രിയപ്പെട്ടവരെയും അടിയങ്ങൾ താഴ്ത്തി സമർപ്പിക്കുന്നു. और लव एंड होप के सारे भक्तजन जितने भी सेवक लोग के सारे लोगों को आपके चरणों के पास लेकर हम प्रार्थना करते हैं. ചില പ്രയാസങ്ങളാൽ ഹോസ്പിറ്റലിലും അവരോടുകൂടെ ആയിരിക്കുന്നവരെ അടിയങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. और कुछ तकलीफ को ऐसे जो लोग प्रयास में है हम उनको भी याद करते हैं, प्रार्थना करते हैं. കർത്താവിന്റെ അടിപ്പാടുള്ള കരം നീട്ടി അവരെ തൊടണമേ എന്ന് അടിയങ്ങൾ അപേക്ഷിക്കുന്നു. പരിശുദ്ധ പിതാവേ, प्रभु आपके कीले से ठोको हुआ हाथ को जो निशान को उस हाथ को लेकर प्रभु आप उन्हें सहायता करें. हम आपसे आप छुए उनको प्रार्थना करते हैं. സൗഖ്യമങ്ങൾ ഞങ്ങളുടെ അവകാശമാണ്, മക്കളുടെ അവകാശമാണ്. प्रभु हाल चंगाई आपने हमारे लिए हक बना कर दिया, हम आपको धन्यवाद देते हैं. അങ്ങയുടെ തങ്ങളുടെ ശബ്ദമാണ് ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ. और आपका हालेलुया शब्द है कि मैं तुम्हें चंगा करने वाला यहोवा हूँ. സൗദി അറേബ്യയിലായിരിക്കുന്ന ആ പ്രിയ സഹോദരിക്ക് വേണ്ടി ശുഭകുമാരിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ കരം നീട്ടപ്പെടട്ടെ. और सऊदी में रहने वाला हमारे प्रिय शुभकुमारी हालेलुया उस बहन के लिए प्रार्थना करते प्रभु उनको चंगा करे. നിങ്ങളെ ആരെങ്കിലും പ്രയാസത്തിൽ ഉണ്ടെങ്കിൽ ഗ്ലോറിഫൈഡ് അവരെല്ലാവരും കർത്താവ് തൊട്ട് സൗഖ്യമാക്കട്ടെ എന്ന് അടിയങ്ങൾ പ്രാർത്ഥിക്കുന്നു. और कोई भी अगर किसी भी तरह से प्रयास में या क्लेश में है हम आपसे दुआ करते हैं प्रभु हमको छू कर उनको चंगा करें. ഫസ്റ്റ് എം സി തോമസ് പാസ്റ്ററിനെയും കുടുംബത്തെയും അടിയങ്ങൾ എല്ലാ ദേവദാസന്മാരെയും താഴ് സമർപ്പിക്കുന്നു. पास्टर एमसी थॉमस उनका परिवार और सारे परमेश्वर के सेवक लोग दास लोग के लिए हम प्रार्थना करते हैं. ഞങ്ങളുടെ പ്രസിഡന്റ് ആയിരിക്കുന്ന ജോർജ് വർക്ക് പാസ്റ്ററിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന അത്ഭുതങ്ങളെ കർത്താവ് ചെയ്യണം. और हमारे प्रेसिडेंट जी जॉर्ज वर्क के साथ के लिए प्रार्थना करते हैं प्रभु का चमत्कार हो जाए उनके जीवन में. എല്ലാ ബോർഡ് മെമ്പേഴ്സിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. सारे बोर्ड मेंबर्स के लिए हम आशीषित करके हम प्रार्थना करते हैं. പുതിയ വാതിലുകൾ ഗുജറാത്തിൽ കർത്താവ് തുറക്കുന്ന വലിയ കൃപയ്ക്കായി അങ്ങ് വാഴ്ത്തുന്നു. ഹല്ലേലൂയ. और गुजरात में हमारे लिए नया द्वार आप खोलने वाले इसलिए हम आपको धन्यवाद देते हैं.
ടെക്നിക്കൽ ഇൻവോൾവ്മെന്റിനായി പല കാര്യങ്ങൾ കർത്താവ് ലോജിസ്റ്റിക്കൽ സപ്പോർട്ട് കർത്താവ് തരുന്നതിന് അല്ലെങ്കിൽ വാഴ്ത്തുന്നു സ്തുതിക്കുന്നു. और टेक्निकल इन्वॉल्वमेंट के लिए जो भी कार्य है उसका सब कार्य पूरा कर, इसलिए हम आपको धन्यवाद देते हैं. ഇന്ന് ഈ ക്ലൗഡ് പ്ലാറ്റ്ഫോം പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന കർത്താവിന്റെ ദാസനെ ജിജോ ബ്രദറിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന അനുഗ്രഹിക്കണം. और इसको चलाने वाला परमेश्वर के दास जीजो के महत्व को याद करते हम आपको धन्यवाद देते हैं. അല്ലെങ്കിൽ ഏവരെയും താഴ് സമർപ്പിക്കുന്ന രാത്രി സമയം സംസാരിക്കുന്ന കർത്താവിന്റെ ദാസനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. और हम सबको आपके सामने रखते हैं और आज शाम को वचन का प्रचार करने वाले आपका बहुमूल्य दास के लिए हम धन्यवाद देते हैं. പിതാവായ ദൈവം പരിശുദ്ധാത്മാവിൽ കൂടി നൽകിയ വചനം, ഏറ്റുവാങ്ങിയ വചനം, പ്രാപിച്ച വചനം അടിയങ്ങൾക്ക് ഇന്ന് ശക്തിയോടും അധികാരത്തോടും കൂടി തെരുമാറാകട്ടെ എന്ന് അടിയങ്ങൾ പ്രാർത്ഥിക്കുന്നു. और पिता परमेश्वर पवित्र आत्मा के द्वारा आज हमें जो कुछ भी वचन देगा वो हमारे जीवन में लेकर आशीष को पाने के लिए, नींव बनने के लिए, सहायता के लिए हम आपसे दुआ करते हैं. ഈ പാൻഡമിക് യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകാൻ ഞങ്ങൾ അധികാരത്തോടു കൂടി കൽപ്പിക്കുന്നു. ये महामारी यीशु मसीह के नाम से पूर्ण छुटकारा होने के लिए हम आपसे प्रार्थना करते हैं. യെരൂശലേമിലെ സമാധാനത്തിനായി അടിയങ്ങൾ പ്രാർത്ഥിക്കുന്നു. हम यरूशलेम के शांति के लिए हम प्रार्थना करते हैं. ഇസ്രായേലിനെ ഞങ്ങളുടെ രാജ്യത്തെയും അടിയങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. इससे उनका पूरा देश को हम आशीषित करके प्रार्थना करते हैं. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, യേശുവിന്റെ നാമത്തിൽ തന്നെ. प्रार्थना सुनने के लिए धन्यवाद, यीशु मसीह के नाम से मांगते हैं. आमीन. ആമേൻ. आमीन. आमीन. Praise the Lord. സ്തോത്രം. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സംഗീതത്തോടെ കർത്താവിന്റെ സന്നിധിയിലേക്ക് ചെല്ലുവാൻ ദൈവം നമുക്ക് ഇട തരട്ടെ. സ്തോത്രം. प्रेज लॉर्ड. प्रभु हम सबको आशीष करे. हालेलुया. प्रभु के स्तुति के साथ में परमेश्वर के सन्मुख में चलने के लिए प्रभु हम सबको सहायता करे. ഒരു അല്പസമയം പാടി കർത്താവിനെ ആരാധിക്കാൻ പോവുകയാണ്. ഇതുവരെ നമ്മുടെ മധ്യേ വന്നിട്ടില്ലാത്ത, ആദ്യമായി നമ്മുടെ മധ്യേ ഗാന ശുശ്രൂഷ നിർവഹിക്കുന്ന ഒരു ബ്രദറിനെ പരിചയപ്പെടുത്തുകയാണ്. ബ്രദർ മാത്യു ജെ ജോൺ. അദ്ദേഹം കേരളത്തിൽ ഇളമ്പൽ ഉള്ള ചർച്ചക്കോട് സഭയിലെ ഒരു അനുഗ്രഹീത പൈതലാണ്. ഞാൻ അദ്ദേഹത്തിന്റെ പാട്ട് കേട്ടിട്ടില്ല. എൻ്റെ മകൾ കെസിയ ആ പാട്ട് കേൾക്കുകയും അവള് കുറച്ച് നാൾ മുമ്പ് നാട്ടിലുണ്ടായിരുന്നപ്പോ ആ ചർച്ചിൽ പോവുകയും പരിചയപ്പെടുകയും ചെയ്തതാണ്. ഇന്ന് നമ്മുടെ മധ്യേ അദ്ദേഹം പൈതൽ വരും, പാടും. നമുക്ക് വളരെ പ്രാർത്ഥിക്കാം പൈതലിനെ ദൈവം ഉപയോഗിക്കേണ്ടതിനായി. സോ നമുക്ക് എല്ലാവർക്കും ആ പൈതലിനെ ലീഡ് ചെയ്യുമ്പോൾ നമുക്ക് ഒരുമിച്ച് നമ്മൾ അതാത് ഇടങ്ങളിൽ ഇരുന്നുകൊണ്ട് നമുക്ക് ആത്മാർത്ഥമായി ഹൃദയംഗമായി ദൈവത്തെ ആരാധിക്കാം. നമ്മളെ സഹായിക്കുന്നു. और आज हमारे बीच में एक नया है परमेश्वर का आराधक है जो केरला के इलंबल नाम के चर्च ऑफ गॉड के विश्वासी है. हालेलुया. मैथ्यू जे जॉन है. मैं उतना नहीं पहचानता, मगर मेरी बेटी कैसे जब केरला में गए तो उनके साथ में मुलाकात हुआ. बहुत अच्छे तरीके से परमेश्वर का स्तुति और आराधना करने वाले ब्रदर है. आज हमारे बीच में आए हैं. हम सब उनके साथ में मिलकर खुशी के साथ में प्रभु की आराधना करेंगे. मैथ्यू जे जॉन. Yes, yes, yes. Yes, yes. Praise Lord. നമ്മുടെ കർത്താവ് വീണ്ടെടുക്കുവാനുമായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ എല്ലാവർക്കും സ്നേഹം അറിയിക്കുന്നു. ഇന്ന് നിങ്ങളുടെ കൂടെ ഈ കൂട്ടായ്മയിലായിരിക്കാൻ ദൈവം സഹായിച്ച മഹാകൃപയെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. എന്റെ പേര് മാത്യു ജെ ജോൺ. ഞങ്ങള് ഇളമ്പൽ ചർച്ച് ഓഫ് ഗോഡ് സഭയിലെ വിശ്വാസികളാണ്. കീബോർഡ് വായിക്കുന്നത് റോഷൻ റോയ്. ഇന്ന് ഈ മീറ്റിംഗിലേക്ക് ഞങ്ങളെ ക്ഷണിച്ച പ്രിയപ്പെട്ട തോമസ് പാസ്റ്ററിനോടുള്ള നന്ദി ആദ്യം തന്നെ അറിയിക്കുന്നു. ഈ ദുർഘട സമയങ്ങളിലും ദൈവം നമ്മെ നടത്തുന്ന വഴികളെ ഓർത്ത് സ്തോത്രം ചെയ്യാം. ദൈവം നമുക്കായി കരുതുന്നത് കൊണ്ട് നമ്മള് ഈ സമയത്തെയും അതിജീവിക്കും. കോവിഡ് മഹാമാരിയുടെ പിടിയിലായിരിക്കുന്ന നമ്മുടെ രാജ്യത്തെയും ലോകത്തെയും ദൈവം എത്രയും പെട്ടെന്ന് തന്നെ വിടുവിക്കേണ്ടതിനായി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരെയും ദൈവം സഹായിക്കട്ടെ. ഉത്തമഗീതം 5-ാം അധ്യായം അതിന്റെ 9-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: സ്ത്രീകളിൽ അതിസുന്ദരിയായുള്ളവേ, നിന്റെ പ്രിയന് മറ്റു പ്രിയന്മാരെക്കാൾ എന്ത് വിശേഷതയുള്ളൂ? നീ ഇങ്ങനെ ഞങ്ങളോട് ആണയിടേണ്ടതിന് നിന്റെ പ്രിയന് മറ്റു പ്രിയന്മാരെക്കാൾ എന്ത് വിശേഷതയുള്ളൂ? നമ്മൾ സേവിക്കുന്ന ദൈവം നമ്മുടെ സന്തോഷത്തിലും നമ്മുടെ ദുഃഖത്തിലും നമ്മളോട് കൂടെ താങ്ങുന്ന കരങ്ങളായി നമ്മളുടെ കൂടെയുണ്ട്. ആ ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. താങ്ങും കരങ്ങളുണ്ട് എന്റെ ഹൃദയം തകരുമ്പോൾ എന്ന പാട്ട് ചേർന്നതാണ്.
കരങ്ങളുണ്ട് നിന്റെ ഹൃദയം തകരുമ്പോൾ ശാശ്വത പാറയേശു പുതുജീവൻ പകർന്നിടും ശാശ്വത പാറയേശു പുതുജീവൻ പകർന്നിടും താങ്ങും കരങ്ങളുണ്ട് നിന്റെ ഹൃദയം തകരുമ്പോൾ ശാശ്വത പാറയേശു പുതുജീവൻ പകർന്നിടും ഭാരം വലിയതോ മുഖം താങ്ങുവാൻ കഠിനമോ സ്നേഹിതർ ദുഷിക്കുന്നു ആ സമയങ്ങളിൽ ദൈവത്തിന്റെ കരുതൽ ഭാരം വലിയതോ മുഖം താങ്ങുവാൻ കഠിനമോ ഭാരം വലിയതോ മുഖം താങ്ങുവാൻ കഠിനമോ സ്നേഹിതർ ദുഷിക്കുന്നോ താങ്ങും കരങ്ങളുണ്ട് നിന്റെ ഹൃദയം തകരുമ്പോൾ ശാശ്വത പാറയേശു പുതുജീവൻ പകർന്നിടും ശാശ്വത പാറയേശു പുതുജീവൻ പകർന്നിടും കത്തുനീരിന്റെ താഴ്വരകളിൽ അതിഘോരമായ വീടുകളിൽ മരണത്തിന്റെ കുഴികളിൽ കണ്ണുനീരിൻ താഴ്വരകൾ അതിഘോരമാം വീടുകളും കണ്ണുനീരിൻ താഴ്വരകൾ അതിഘോരമാം വീടുകളും മരണത്തിൻ കൂരിരുളിൽ താങ്ങും കരങ്ങളുണ്ട് നിന്റെ ഹൃദയം തകരുമ്പോൾ ശാശ്വത പാറയേശു പുതുജീവൻ പകർന്നിടും ശാശ്വത പാറയേശു പുതുജീവൻ പകർന്നിടും കാൽവരി മലമുകളിൽ ഓടും കാരീരും വാരികളിൽ കാൽവരി മലമുകളിൽ കോടും കാരീരും വാരികളിൽ തിരുരക്തം ചൊരിഞ്ഞവനിൽ കരങ്ങളുണ്ട് നിന്റെ ഹൃദയം തകരുമ്പോൾ ശാശ്വത പാറയേശു പുതുജീവൻ പകർന്നിടും ശാശ്വത പാറയേശു പുതുജീവൻ പകർന്നിടും ശാശ്വത പാറയേശു പുതുജീവൻ
പകർന്നിടും ശാശ്വത യേശു പുതുജീവൻ പകർന്നിടും ശാശ്വത യേശു പുതുജീവൻ പകർന്നിടും. Praise Lord, hallelujah. താങ്ങുന്ന കരങ്ങളായി നമ്മുടെ ദൈവം നമ്മളോട് കൂടെയുണ്ട്. നിന്റെ പ്രിയന് മറ്റു പ്രിയന്മാരെക്കാൾ എന്ത് വിശേഷതയുള്ളൂ? നമ്മളെ വഴി നടത്തുന്ന ദൈവം തീയിൽ വെന്തു പോകുന്നവനല്ല, കാറ്റിൽ പാറിപ്പോകുന്നവനല്ല, വെള്ളത്തിൽ ലയിച്ചു പോകുന്നവനല്ല. സർവശക്തനും സർവജ്ഞാനിയും സർവവ്യാപിയുമായ ആ ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മളെ തന്നെ സമർപ്പിക്കാം. ദൈവത്തെ നമുക്ക് കരങ്ങളെ തട്ടി പാടി സ്തുതിക്കാം. അന്ത്യകാല അഭിഷേകം സകല ജഡത്തിന്മേലും കൊയ്ത്തുകാല സമയമല്ലോ, ആത്മാവിൽ നിറയ്ക്കണമേ. അന്ത്യകാല അഭിഷേകം സകല ജഡത്തിന്മേലും കൊയ്ത്തുകാല സമയമല്ലോ, ആത്മാവിൽ നിറയ്ക്കണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പണിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. അസ്ഥിയുടെ താഴ്വരയിൽ ഒരു സൈന്യത്തെ ഞാൻ കാണുന്നു, അധികാരം പകരണമേ, ഇനി ആത്മാവിൽ പ്രവർത്തിച്ചിടാം. അസ്ഥിയുടെ താഴ്വരയിൽ ഒരു സൈന്യത്തെ ഞാൻ കാണുന്നു, അധികാരം പകരണമേ, ഇനി ആത്മാവിൽ പ്രവർത്തിച്ചിടാം. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. കർമ്മേലിലെ പ്രാർത്ഥനയിൽ ഒരു കൈമേഘം ഞാൻ കാണുന്നു, ആഹാബ് വിറച്ച പോലെ അഗ്നിമഴയായി പെയ്യണമേ. കർമ്മേലിലെ പ്രാർത്ഥനയിൽ ഒരു കൈമേഘം ഞാൻ കാണുന്നു, ആഹാബ് വിറച്ച പോലെ അതിമഴയായി പെയ്യണമേ. ഈ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. ഈ പോലെ ഇറങ്ങണമേ,
അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. സീനായി മലമുകളിൽ ഒരു തീജ്വാല ഞാൻ കാണുന്നു. ഇസ്രായേലിൻ ദൈവമേ, ആ തീ എന്മേൽ ഇറങ്ങണമേ. സീനായി മലമുകളിൽ ഒരു തീജ്വാല ഞാൻ കാണുന്നു. ഇസ്രായേലിൻ ദൈവമേ, ആ തീ എന്മേൽ ഇറങ്ങണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. അന്ത്യകാല അഭിഷേകം സകല ജഡത്തിന്മേലും, കൊയ്ത്തുകാല സമയമല്ലോ, ആത്മാവിൽ നിറയ്ക്കണമേ. അന്ത്യകാല അഭിഷേകം സകല ജഡത്തിന്മേലും, കൊയ്ത്തുകാല സമയമല്ലോ, ആത്മാവിൽ നിറയ്ക്കണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. സീനായി മലമുകളിൽ ഒരു തീജ്വാല ഞാൻ കാണുന്നു. ഇസ്രായേലിൻ ദൈവമേ, ആ തീ എന്മേൽ ഇറങ്ങണമേ. സീനായി മലമുകളിൽ ഒരു തീജ്വാല ഞാൻ കാണുന്നു. ഇസ്രായേലിൻ ദൈവമേ, ആ തീ എന്മേൽ ഇറങ്ങണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. അസ്ഥിയുടെ താഴ്വരയിൽ ഒരു സൈന്യത്തെ ഞാൻ കാണുന്നു. അധികാരം പകരണമേ, ഇനി ആത്മാവിൽ പ്രവചിച്ചിടാം. അസ്ഥിയുടെ താഴ്വരയിൽ ഒരു സൈന്യത്തെ ഞാൻ കാണുന്നു. അധികാരം പകരണമേ, ഇനി ആത്മാവിൽ പ്രവചിച്ചിടാം. അസ്ഥിയുടെ താഴ്വരയിൽ ഒരു സൈന്യത്തെ ഞാൻ കാണുന്നു. അധികാരം പകരണമേ, ഇനി ആത്മാവിൽ പ്രവചിച്ചിടാം. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. നമ്മുടെ കണ്ണെല്ലാം അടയ്ക്കാൻ പ്രാപിക്കാം. ദേവി ഇത്രയും സമയം നിങ്ങൾക്ക് ഇങ്ങനെ
പാതപീഠത്തിൽ അങ്ങയെ ആരാധിക്കാൻ അങ്ങ് നൽകിയ വിലപ്പെട്ട അവസരങ്ങൾക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഒരു കഴിവുമില്ലാതിരുന്ന് ഞങ്ങളെ ഇത്രത്തോളമാക്കി തീർത്തു അങ്ങയുടെ സന്നിധിയിൽ നിർത്തിയതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നീ ഞങ്ങളുടെ കൂടെ ഇരിക്കുന്നതിനായി സ്തോത്രം. ഇനി വരും കാലങ്ങളിലും നിന്റെ കൃപ ഞങ്ങളോട് കൂടി ഉണ്ടായിരിക്കുന്നതിനായി സ്തോത്രം. ദൈവമേ, നീ ഞങ്ങളെ വഴി നടത്തണം, നീ ഞങ്ങളെ കാത്തു പരിപാലിക്കുന്നു. കർത്താവേ, അങ്ങയുടെ വിലപ്പെട്ട ദാസനെയും കുടുംബത്തെയും പ്രിയപ്പെട്ട സഭയെയും തിരുകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഇനിയും അവരുടെ പ്രവർത്തനങ്ങളിൽ അങ്ങ് കൂടിയിരിക്കണം. വളരെ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷയിൽ എത്തുവാൻ ദൈവമേ നീ സഹായിക്കണം. കർത്താവിന്റെ കൃപ കൂടെ അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നന്ദി അറിയിക്കുന്നു. താങ്ക് യു. ഓക്കെ, കർത്താവ് നിങ്ങൾ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. തുടർന്ന് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അശ്ലീവി നമ്പ്യാർ. ओके, प्रभु आपको बहुत तैक से आशीष करे। बहुत सुंदर सा गीत गया और हम आपके लिए जरूर हम आपके लिए प्रार्थना करेंगे। മാത്യു ജെ ജോൺ, റോഷൻ റോയ്, പ്രിയപ്പെട്ടവരെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. मैथ्यू जे जॉय और रोशन रॉय, ये दोनों को याद करते हुए हम प्रार्थना करेंगे। ഞങ്ങളുടെ മാതൃസഭയിലെ അംഗങ്ങളാണ് ഇവര്. और पास्टर जी के गांव के मातृसभा जो है वहाँ के मेंबर्स लोग हैं। സമയം വളരെ മുന്നോട്ട് കടന്നു പോകുന്നല്ലോ. പെട്ടെന്ന് തന്നെ തുടർന്നുള്ള ശുശ്രൂഷയിലേക്ക് കടക്കാം. നമുക്ക് മിഷനെ പരിചയപ്പെടുത്തുവാൻ, മിഷനെ പ്രസന്റ് ചെയ്യുവാൻ വേണ്ടി നമ്മുടെ ലവ് ആൻഡ് ഹോപ്പ് കോൺഗ്രിഗേഷന്റെ ട്രഷറായിരിക്കുന്ന ഇവാഞ്ചലിസ്റ്റ് സജി കുന്നുവിളെ ക്ഷണിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇവാഞ്ചലിസ്റ്റ് സജി കുന്നുവിള. और हमारे मिशन प्रेजेंटेशन के लिए, मिशन के बारे में बताने के लिए लव एंड हॉप के बोर्ड मेंबर इवांजेलिस्ट सजी कुंदवाड़े जी हमारे बीच में हैं। आगे का समय उनके हाथों में देना चाहता हूँ। Praise the Lord. Praise the Lord. Pastor. Praise the Lord. Yes, Yes, yes. yes. Okay. परमेश्वर की अति पवित्र नाम की महिमा और स्तुति हो। इस सुंदर संध्या के लिए मैं परमेश्वर पिता का धन्यवाद और स्तुति करता हूँ। प्रेज लॉर्ड, हालेलुया। और एक बार हम सबको परमेश्वर के पवित्र चरणों में आने का सौभाग्य परमेश्वर पिता ने हम सबके जीवन में दिया, इसलिए मैं प्रभु का धन्यवाद और स्तुति करता हूँ। प्रेज लॉर्ड, हालेलुया। परमेश्वर भला है और उसकी करुणा सदा की है। हालेलुया। निरंतर परमेश्वर की करुणा और सहायता हम सबके जीवन में अनुभव करने के लिए परमेश्वर ने हमें मदद और सहायता किया। ऐसी विपरीत परिस्थितियों में भी परमेश्वर हमें संभाल रहा है। हालेलुया। और ये परमेश्वर का विश्वास योग्यता है। हालेलुया। हमारी जीवन की कोई खूबी नहीं, लेकिन परमेश्वर हमें संभालता है। हालेलुया। हमें ले चलता है। आने वाले सारे दुख और मुसीबत से, आफत से, दुर्घटनाओं से परमेश्वर हमें संभाले रखा। उसकी सारी वफादारी के लिए हालेलुया मैं परमेश्वर पिता का धन्यवाद करता हूँ। हालेलुया। लव एंड होप कांग्रीगेशन के सारे बोर्ड मेंबर्स के लिए और सारे हमारे साथ जुड़कर परमेश्वर की सेवा निभाने वाले सारे परमेश्वर के दासों के लिए मैं परमेश्वर का धन्यवाद स्तुति करता हूँ। प्रेज द लॉर्ड। आज जो हमारे साथ जुड़कर मिलकर जो परमेश्वर की महिमा कर रहे हैं, वो सारे प्यारे लोगों के लिए भी मैं परमेश्वर का धन्यवाद और स्तुति करता हूँ। ഞങ്ങളോട് കൂടെ ഇന്ന് ഈ സന്ധ്യ ആരാധനയിൽ ഞങ്ങളുടെ കൂടെ സഹകരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. ഇങ്ങനെ ഒരു നല്ല അവസരം നമ്മുടെ ജീവിതത്തിൽ ദൈവം നൽകിയല്ലോ. എത്രയോ ആയിരങ്ങൾ, എത്രയോ കുടുംബങ്ങൾ ഭവനത്തിൽ ദുഃഖം നിറഞ്ഞവർ, രോഗത്താലും ഭാരത്താലും ഹല്ലേലൂയ ആമേൻ ഈ ലോകത്തിന്റെ വിഭിന്ന സ്ഥലങ്ങളിൽ ആമേൻ അവരായിരിക്കുമ്പോൾ ഹല്ലേലൂയ സന്തോഷത്തോടെ സമാധാനത്തോടെ ഹല്ലേലൂയ ദൈവത്തിന്റെ പാദപീഠത്തിൽ നമുക്ക് കടന്നു വരുവാൻ ഹല്ലേലൂയ നമ്മളെ വിടുവിച്ച കർത്താവിനെ ഹല്ലേലൂയ നമ്മളെ സ്നേഹിച്ച കർത്താവിനെ നമ്മളെ രക്ഷിച്ച കർത്താവിനെ ഹല്ലേലൂയ അമേൻ ആ നല്ല കർത്താവിനെ അമേൻ പാടി സ്തുതിപ്പാൻ ഹല്ലേലൂയ
ദൈവം ഒരുക്കിയ നല്ല അവസരങ്ങൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. വീണ്ടും വലിയവനായ ദൈവം നമ്മളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ലവ് ആൻഡ് ഹോപ്പ് കോൺഗ്രിഗേഷൻ അമേൻ ഏകദേശം ഒരു വർഷത്തിന്റെ മുൻപേ ഹല്ലേലൂയ ഹല്ലേലൂയ ദേവദാസൻ പാസ്റ്റർ MC തോമസ് പാസ്റ്റർ മുഖാന്തരമായി ഹല്ലേലൂയ ഞങ്ങൾ ചിലർ പ്രിയപ്പെട്ടവർ ഹല്ലേലൂയ അതിൽ ചേരുവാനും ഹല്ലേലൂയ ഞങ്ങൾ ഒരുമിച്ച് ദൈവത്തെ ഉയർത്തുവാനും ഹല്ലേലൂയ ദൈവം സഹായിച്ചു കൊണ്ടിരിക്കുന്നു. ഏകദേശം altogether there are 14 board members now with Love and Hope congregation. लगभग 14 परमेश्वर के भक्त लोग और जो है परमेश्वर के दास लोग इस संगठन के साथ जुड़कर हम मिलकर परमेश्वर की सेवा कर रहे हैं. हम में ये खूबी है कि हम में ऐसा कोई भेदभाव नहीं है कि मैं बड़ा हूं या तू छोटा है. प्रेज द लॉर्ड. हम सब जो है एक समान है. हालेलुया. परमेश्वर के नजर में हम सब परमेश्वर के संतान है. हालेलुया. और प्रभु ने हम सबको एक ही मकसद से बुलाया है. हालेलुया. परमेश्वर अपने चेलों को अंतिम आज्ञा के रूप में जब वो भेजता है, हालेलुया, वो कहता है तुम मेरे चेले हो और तुम्हें एक जिम्मेदारी मैं सौंपता हूं कि दुनिया के अंत तक जाकर मेरी सुसमाचार को बताना है. प्रेज द लॉर्ड. हालेलुया. और उसी मकसद के साथ हालेलुया इस लव एंड होप कांग्रेगेशन की जो है निर्माण हुआ है और उसी लक्ष्य के साथ हमारी संस्था इन दिनों में कार्य कर रहे हैं, प्रभु की सेवा में आगे बढ़ रहे हैं. लगभग 3 राज्यों में परमेश्वर का सेवा अभी जो है हम कर रहे हैं, खास करके छत्तीसगढ़, महाराष्ट्र और केरल में जो है ये सेवकाई हो रही है. छत्तीसगढ़ में लगभग 7 परमेश्वर के दास लोग जो है सेवा निभा रहे हैं. उनकी छोटी छोटी कलीसियाएं हैं परमेश्वर के लिए. हालेलुया. उसके राज्य के लिए परमेश्वर उन्हें उपयोग कर रहा है. और हालेलुया जो बोझ परमेश्वर ने हमारे दिल में डाला, हालेलुया, उसके जरिए हम उनकी मदद कर रहे हैं और उन्हें जो है प्रभु की सेवा करने के लिए उनके लिए प्रार्थना और आर्थिक मदद हम उनके लिए कर रहे हैं. और वैसे ही हमारे महाराष्ट्र में भी लगभग 6 परमेश्वर के दास लोग प्रभु की सेवा निभा रहे हैं. उनकी छोटी कलीसियाएं हैं. परमेश्वर उन्हें भी अपने राज्य के लिए इस्तेमाल कर रहा है. वैसे ही केरल में भी हमारी एक प्यारी बहन है और वो हॉस्पिटल मिनिस्ट्री के द्वारा जो है हमारे संस्था के साथ जुड़ी हुई है. उन्हें भी परमेश्वर केरल में इस्तेमाल कर रहा है. और परमेश्वर हमारे इस संस्था का एक लक्ष्य यह, बहुत सारे लक्ष्य है, लेकिन एक लक्ष्य ये है कि नॉन मलयालीज या उत्तर भारत के लोग, प्रेज द लॉर्ड, हमारे भारत के उत्तर भारत में रहने वाले हिंदी भाषा बोलने वाले या फिर अन्य भाषा बोलने वाले लोगों के बीच में प्रभु का सेवा हमें करना है. प्रेज द लॉर्ड. हालेलुया. और इस लक्ष्य के साथ और इस उम्मीद के साथ हमने इस संस्था की स्थापना किया है. हालेलुया. और हमारा टारगेट यही है कि उत्तर भारत के राज्यों में प्रभु का सुसमाचार फैलाना, प्रभु का राज्य को फैलाना और परमेश्वर के दासों को खड़ा करना और उन्हें परमेश्वर की सेवा के लिए जो है तैयार करना. हालेलुया. ताकि वो लोग जाकर परमेश्वर के राज्य के बारे में, परमेश्वर के सुसमाचार को आगे फैला सके. हालेलुया. हालेलुया. अभी तक हमारे इस संगठन को परमेश्वर ने संभाला, चलाया, बहुत विपरीत परिस्थितियों के बीच में भी. हालेलुया. परमेश्वर हम सबको मदद और सहायता कर रहा है. हालेलुया. हमारे साथ जुड़े हुए सारे परमेश्वर के दासों के लिए
मैं प्रभु का धन्यवाद और स्तुति करता हूं, जहां कहीं भी वो है, हालेलुया, विश्वास योग्यता के साथ, हालेलुया, हालेलुया, बड़ी ईमानदारी के साथ और दिल की खराई के साथ प्रभु की सेवा करने के लिए परमेश्वर उन्हें और भी मदद और सहायता करने के लिए हम जो है निरंतर उनके लिए प्रार्थना करते हैं और उनके सारे हालेलुया जो कार्य क्षेत्र में परमेश्वर की उनके द्वारा बड़े चमत्कारों को करने के लिए, अद्भुत कार्यों को करने के लिए, आत्माओं को छुड़ाने के लिए हम उनके लिए निरंतर प्रार्थना भी कर रहे हैं। प्रेज द लॉर्ड, हालेलुया। हर एक सेवकाई के पीछे सबसे बड़ी बात जो है प्रार्थना होता है, हालेलुया। जब हम प्रार्थना उनके लिए करता है तब परमेश्वर उनके जीवन में कार्य करता है, उनकी सेवकाइयों में कार्य करता है, हालेलुया। और अभी तक परमेश्वर हमें चला रहा है, ये हमारा विश्वास है कि आगे भी परमेश्वर हमें चलाएगा, हालेलुया। और प्रभु की आगमन में अगर देरी है तो आने वाले दिनों में गुजरात में जो है कुछ भागों में, हालेलुया, प्रभु की सेवा जो है शुरू करने के लिए परमेश्वर, हालेलुया, अनेक दासों को हमारे साथ जुड़कर सेवा करने की बड़ी इच्छा प्रकट किया है उन्होंने, और उसके पीछे हम सब लोग मिलकर काम कर रहे हैं और हमें उचित उसके लिए आर्थिक बंदोबस्त की जरूरत है। और उन सारी बातों के लिए हम सब लोग प्रार्थना में लगे हैं और सब प्रभु के जो मर्जी के अनुसार सब कुछ अच्छे तरीके से होने के लिए हम प्रार्थना भी कर रहे हैं। प्रभु की इच्छा है तो आने वाले दिनों में गुजरात में भी जो है लव एंड होप कांग्रीगेशन की, हालेलुया, अनेक जो है परमेश्वर के दास लोग होंगे और हमारे साथ जुड़कर वो प्रभु की सेवा निभाएंगे, हालेलुया। जो लोग विश्वास करते हैं हाथ को उठाकर धन्यवाद करेंगे, हालेलुया, प्रेज द लॉर्ड, हालेलुया। ये हमारा विश्वास है। आइए हम मिलकर परमेश्वर के राज्य के लिए परिश्रम करेंगे, हालेलुया। इस संस्था को, हालेलुया, परमेश्वर की आत्मा ले चलने के लिए, हालेलुया, एक मनुष्य की बुद्धि नहीं, हमारा समझ या हमारी होशियारी नहीं, लेकिन उससे बढ़कर परमेश्वर की आत्मा की अगुवाई, हालेलुया, इस संस्था के साथ रहकर, हालेलुया, और परमेश्वर की मर्जी केवल, हालेलुया, हमारे जीवनों के द्वारा पूरी होने के लिए हम अपने आप को परमेश्वर के हाथों में समर्पित करते हैं। हमारे कई बोर्ड मेंबर्स, हालेलुया, बॉम्बे के हैं, केरल में रहने वाले हैं और विदेशों में रहने वाले हैं। कई जो है बोर्ड मेंबर्स उनके जीवनों में इन दिनों में जो लॉकडाउन का समय चल रहा है, आर्थिक तंगी, हालेलुया, वो लोग महसूस कर रहे हैं, फिर भी, हालेलुया, परमेश्वर के राज्य के लिए, हालेलुया, और जो, हालेलुया, मदद उन्होंने कहा था, हालेलुया, बिना रुकावट के, हालेलुया, वो लोग हर महीने, हालेलुया, पहुंचाने के लिए परमेश्वर उन्हें मदद कर रहा है, हालेलुया। आने वाले दिनों में आप उनके लिए प्रार्थना करना, हालेलुया। परमेश्वर का सेवा है और प्रभु इसे चलाएगा, ये हमारा विश्वास है, हालेलुया। आप लोग हमारे लिए भी प्रार्थना करना। हम मिलकर जो है परमेश्वर के राज्य की बढ़ोतरी के लिए परिश्रम करेंगे, मेहनत करेंगे और परमेश्वर का नाम हमारे जीवनों के द्वारा महिमा को पाएगा, हालेलुया। ഇത്രയും സമയം, ഹല്ലേലൂയ, എനിക്ക് അനുവദിച്ചു തന്ന ദേവദാസനെ നന്ദി പറയുന്നു. അനേക കാര്യങ്ങൾ ഞാൻ പറഞ്ഞ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഹിന്ദി അറിയാം, ചില പ്രിയപ്പെട്ടവർ ഹിന്ദിക്കാരാണ്, ഹിന്ദി ദേവദാസന്മാരാണ്, അതുകൊണ്ടാണ് ഞാൻ ഹിന്ദിയിൽ സംസാരിച്ചത്. പ്രൈസ് ദി ലോർഡ്. ഹിന്ദി എന്റെ വളരെ മോശമാണ്. പ്രൈസ് ദി ലോർഡ്. ഞങ്ങളെല്ലാം ബോംബെ ജനിച്ച് വളർന്നത് ആയിക്കൊണ്ട് മലയാളം അത്ര പറയാൻ ബുദ്ധിമുട്ടാണ്. എങ്കിലും കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. വരും ദിവസങ്ങളിൽ, ഹല്ലേലൂയ, നമ്മൾ ഒരുമിച്ച് ദൈവത്തിന്റെ നാമത്തിനു വേണ്ടി, ഹല്ലേലൂയ, അധികമായി ശോഭിപ്പാൻ, ഹല്ലേലൂയ,
ദൈവം ഏൽപ്പിച്ച ദൗത്യങ്ങളെ വിശ്വസ്തയോടെ ദൈവനാമ മഹത്വത്തിനായി ഹല്ലേലൂയ നമ്മൾ ചെയ്യുവാൻ ദൈവം നമ്മളെ എല്ലാവരും അനുഗ്രഹിക്കട്ടെ. എല്ലാ ബോർഡ് മെമ്പേഴ്സിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാ ദൈവദാസന്മാരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് ഈ സൂം മീറ്റിംഗില് ഹല്ലേലൂയ നമ്മളോട് കൂടെ സംബന്ധിക്കുന്ന എല്ലാ ദൈവദാസന്മാരെ ഇന്ന് വിശേഷാൽ ഹല്ലേലൂയ നമ്മളുടെ മധ്യത്തിൽ വചനം ശുശ്രൂഷിക്കുന്ന ദൈവദാസനെ ദൈവം അനുഗ്രഹിക്കട്ടെ, ഉപയോഗിക്കട്ടെ. ഹല്ലേലൂയ എല്ലാവിധ അനുഗ്രഹങ്ങളാൽ ദൈവം നമ്മളെ നടത്തട്ടെ. ഹല്ലേലൂയ. എന്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം നമ്മളെ എല്ലാവരെയും സഹായിക്കട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. വിശദമായ ഒരു കാര്യമാണ് നമ്മൾ മിഷനെ കുറിച്ച് കർത്താദാസൻ ഓർപ്പിച്ചത്. ദൈവം അനുവദിക്കുന്നെങ്കിൽ വരും ദിവസങ്ങളിൽ നമ്മുടെ ഈ ഒരു പ്രയാസത്തിന് ഒരു വിടുതൽ ലഭിച്ച എത്രയും വേഗം തന്നെ ഈ വർഷം തന്നെ നോർത്ത് ഇന്ത്യയുടെ പ്രത്യേകിച്ച് ഗുജറാത്തിന്റെ ഭാഗത്തേക്ക് നമ്മുടെ പ്രവർത്തനം വ്യാപിപ്പിക്കാൻ വേണ്ടി കർത്താവ് എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞങ്ങളെ ഓർത്ത് പ്രവർത്തനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക. ദൈവം എല്ലാവരും നമ്മുടെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് രാത്രിയിൽ ദൈവത്തിന് വചനം ശുശ്രൂഷിക്കുന്ന കർത്താദാസൻ സോണി ജോസഫ് പാസ്റ്ററെ പരിചയപ്പെടുന്ന എനിക്ക് വലിയ സന്തോഷമുണ്ട്. ദീർഘവർഷങ്ങളായിട്ട് അദ്ദേഹവുമായിട്ട് ഒരു ആത്മാർത്ഥമായ ബന്ധം പുലർത്തുവാൻ കർത്താവ് സഹായിച്ചുകൊണ്ടിരിക്കുന്നു. അദ്ദേഹം ഇപ്പോൾ UAE ഒരു സഭയിൽ കർത്താവിന്റെ മുഖത്തുമ്പയിൽ കുടുംബമായിട്ടായിരിക്കുന്നു. അവിടെ ചെന്നും കഴിഞ്ഞ നവംബർ ഞാൻ കാണുവാൻ കർത്താവ് സഹായിച്ചു. ചില നാളുകൾ അദ്ദേഹം പാണ്ഡുപ്പിലായിരുന്നു. അദ്ദേഹത്തിന്റെ വൈഫിന്റെ പിതാവ് പ്രിയ തമ്പിച്ചാൻ, പ്രിയ മാമ, ഞങ്ങൾ വളരെ ഞാൻ പാണ്ഡുപ്പിൽ ചെന്ന നാൾ മുതൽ ഞങ്ങൾ വളരെ ആത്മാർത്ഥ ബന്ധം പ്രിയ കുടുംബമായിട്ട് പുലർത്തുന്നു. ഞങ്ങളുടെ കുടുംബത്തിലെ അംഗങ്ങളാണ് പ്രിയപ്പെട്ടവർ. ഇന്ന് രാത്രി കർത്താദാസൻ വളരെ നന്നായി ദൈവം ശുശ്രൂഷിക്കുന്ന വളരെ നന്നായി കർത്താവ് ശക്തമായിട്ട് ഉപയോഗിക്കുന്ന ദൈവദാസനാണ്. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാം. അല്പസമയം മുൻപോട്ട് പോയി എങ്കിലും ഒരു 5 മിനിറ്റ് നമ്മുടെ ശുശ്രൂഷയിൽ അല്പം മുന്നോട്ട് പോയാലും നിങ്ങൾ ക്ഷമിക്കുക. നല്ലൊരു ദൈവഹിതപ്രകാരമുള്ള ആലോചനയ്ക്ക് വേണ്ടി നമുക്ക് ഒരുമിച്ച് കാതുകളെ ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. കർത്താവ് നമ്മളെല്ലാവരും ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കരങ്ങളിൽ തട്ടി കർത്താദാസനെ വചന ശുശ്രൂഷയ്ക്ക് വേണ്ടി ക്ഷണിക്കാം. സ്തോത്രം സ്തോത്രം സ്തോത്രം. സോണി ജോസഫ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് വൈകിട്ട് ദൈവജനത്തോട് ചേർന്ന് ഈ മീറ്റിംഗിൽ പങ്കുകൊള്ളുവാൻ സർവ്വകൃപാലുവായ ദൈവം തന്ന ഏറ്റവും അനുഗ്രഹീതമായ സമയത്തെ ഓർത്തുകൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തിന് മഹത്വം കരയറ്റുകയും ചെയ്യുകയാണ്. ലവ് ആൻഡ് ഹോപ്പ് കോൺഗ്രിഗേഷന്റെ കേൾക്കാമോ? ലവ് ആൻഡ് ഹോപ്പ് കോൺഗ്രിഗേഷന്റെ എല്ലാ ചുമതലപ്പെട്ട പ്രിയപ്പെട്ടവർക്കും പ്രാരംഭത്തിൽ നന്ദി അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഈ മീറ്റിംഗിലേക്ക് എന്നെ ദൈവവചനം സംസാരിപ്പാനായിട്ട് വിളിച്ച ദൈവത്തിന്റെ ദാസൻ പാസ്റ്റർ MC തോമസ് അവരുകളെയും ഓർത്തുകൊണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നാളുകളായി കർത്താവിന്റെ ദാസനെ അറിയുവാൻ ദൈവമായ കർത്താവ് അവസരം നൽകി. ഇന്ന് ഞങ്ങൾക്കും കുടുംബമായി ഈ മീറ്റിംഗിൽ സംബന്ധിക്കാൻ അവസരം നൽകുന്നു. ഈ മീറ്റിംഗിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവിന്റെ ദാസന്മാർക്കും മറ്റുള്ള സഹോദരി സഹോദരന്മാർക്കും അവരുടെ കുടുംബങ്ങൾക്കും ഒരു പ്രാവശ്യം കൂടെ ധന്യനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. ഇന്ന് അടിയന്റെ പ്രിയ ബോംബെയിലുള്ള പ്രിയ മാതാവ്, പിതാവ്, കുഞ്ഞുങ്ങളൊക്കെ ഈ മീറ്റിംഗിൽ സംബന്ധിക്കുന്നു. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. प्रेज द लॉर्ड. परमेश्वर की पवित्र नाम को धन्यवाद देता हूँ. इस शाम के वक्त में ये लव एंड होप कांग्रीगेशन के सारे भक्तजनों के साथ में मिलकर हालेलुया आपके साथ में होने के लिए प्रभु ने मुझे भी सहायता किया. प्रभु को धन्यवाद देता हूँ. और पास्टर MC थॉमस जी के लिए मैं धन्यवाद देता हूँ. बहुत दिनों से अच्छी तरह से उनको पहचानता हूँ. हालेलुया. बहुत समय का ताल्लुक था हम लोग आपस में. और मेरे माता पिता जो बॉम्बे में वो लोग भी इसमें जुड़कर साथ में है, इसलिए मैं प्रभु को धन्यवाद देता हूँ. ഇന്ന് നമ്മളെല്ലാവരും ഇതുപോലെ ഒരു സൂം മീറ്റിംഗിൽ പങ്കെടുക്കുവാൻ ഉണ്ടായ കാരണം നമുക്ക് എല്ലാവർക്കും വളരെ വ്യക്തമാണ്. और आज हम लोग इस तरीके से जूम मीटिंग के जरिए आराधना का वजह जो है हम सभी को पता है. മാർച്ച് മാസത്തിന്റെ അവസാനത്തോടുകൂടെ എല്ലാ കോൺഗ്രിഗേഷനുകളും ഓൾമോസ്റ്റ് ഒരു 60% ചർച്ചസുകളും കോൺഗ്രിഗേഷൻസും ഇതുപോലെയുള്ള മീറ്റിങ്ങുകൾ സഭായോഗങ്ങൾ മുടങ്ങിപ്പോകാതിരിക്കാൻ ആരംഭിക്കുകയും അതൊക്കെയും വളരെ ഭംഗിയായി മുമ്പോട്ട് പോവുകയും ചെയ്തുകൊണ്ടിരിക്കുന്നല്ലോ. और मार्च के आखिरी समय से लॉकडाउन के बाद हम लोग देखते हैं कि लगभग 60%
चर्चेस जितने भी कलीसिया लोग हैं, इस तरीके से जूम मीटिंग के जरिए अपने आराधना को शुरू किया है और प्रभु उन सारे मीटिंगों को बहुत अनुग्रह के साथ में ले चल रहा है. ആമേൻ. ഇതുപോലെയുള്ള ഈ മീറ്റിംഗ് ദൈവം നമുക്ക് നൽകി നമ്മുടെ ആത്മീയത ദൈവവുമായിട്ടുള്ള നമ്മുടെ ബന്ധത്തെ കൂടുതൽ പുഷ്ടിപ്പെടുത്തുവാൻ ഈ സാഹചര്യത്തിലും ദൈവം ആമേൻ അതിനെ സഹായിക്കുന്നല്ലോ. और ये प्रतिकूल वातावरण में भी इस तरीके की मीटिंग के जरिए प्रभु में बढ़ने के लिए प्रभु ने इस तरीके का जरिया हमें खोल कर दिया. प्रभु को हम धन्यवाद देते हैं. എന്നാൽ അതിനും അപ്പുറമായിട്ട് ഈ ഒരു സാഹചര്യം ഉണ്ടായതിന്റെ കാരണങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതും കൂടെ അത്യാവശ്യമാണ്. और इससे बढ़कर ये जो कारण जो वजह हुआ है, ये जो होने का जो वजह को भी जानना बहुत जरूरी है. ആമേൻ. ലോകം എനിക്ക് തോന്നുന്നു ഉണ്ടായ സമയം മുതൽ ഇന്ന് വരെ എന്ന് വെച്ചാൽ ദൈവസഭ ഈ ഭൂമിയിൽ ആരംഭിച്ച സമയം മുതൽ ഇന്ന് വരെ ഇതുപോലെ നമ്മുടെ ചർച്ച് ബിൽഡിങ്ങുകളൊന്നും അടഞ്ഞു കിടന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല ഇതിനു മുമ്പ്. और जिससे परमेश्वर का कलीसिया समझो शुरू हुआ है, तब से लेके आज तक देखा जाएगा तो इस तरीके से सारे चर्च जितने भी इमारत सब बंद हुआ, सारे बात को बंद करके हुआ, जो अवस्था आज कल हुआ करके कभी सुनने में नहीं आया. എന്നാൽ ഈ ഒരു അവസ്ഥയുടെ കാരണം കൂടെ ഈ ഒരു അവസരത്തിൽ ദൈവമക്കളായിരിക്കുന്ന നാം പ്രത്യേകമായി ചിന്തിക്കേണ്ടതും കൂടെ അത്യാവശ്യമാണ്. और ये प्रतिकूल अवस्था आने का वजह या तो इसका कारण हमें जानना बहुत जरूरी है. എന്റെ മനസ്സിൽ ഈ ഒരു സംഭവം ഇത് ഈ ലോകത്തെ ഈ പാൻഡമിക് സിറ്റുവേഷൻ അല്ലെങ്കിൽ ഈ വൈറസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എന്റെ മനസ്സിൽ വന്ന ഒരു ചിന്ത ഞാൻ പറഞ്ഞതിന് ശേഷം ദൈവവചനത്തിലേക്ക് പ്രവേശിക്കാനായിട്ട് താല്പര്യപ്പെടുകയാണ്. और ये जो प्रतिकूल अवस्था आने की एक वजह जो है उसके बारे में मेरा एक छोटा सा चिंता है प्रभु में, वो बताकर मैं वचन में जाना चाहता हूँ. ഈ സിറ്റുവേഷനോടുള്ള ബന്ധത്തിൽ ദൈവത്തിന് ലോകത്തോടൊരു ദൂത് പറയാനുണ്ട്. और ये सिचुएशन में, ये माहौल में, ये वातावरण से परमेश्वर को दुनिया से एक आलोचना देना चाहता हूँ. അതുപോലെ തന്നെ ദൈവസഭയോട് ദൈവമക്കളോട് ദൈവത്തിനൊരു ആലോചന നൽകുവാനുണ്ട്. और साथ ही साथ परमेश्वर के जनों से भी परमेश्वर कुछ आलोचना, कुछ योजना देना चाहता है. ലോകത്തോടുള്ള ബന്ധത്തിൽ ലോകം സത്യ ദൈവത്തെ അറിയണം എന്നുള്ളതാണ് അതിനകത്ത് ഞാൻ മനസ്സിലാക്കിയ ഒരു സന്ദേശം. अगर दुनिया के संसार के हिसाब से देखा जाए तो परमेश्वर ये चाहते कि वो लोग सच्चा परमेश्वर को जाने. ആമേൻ. ദൈവ മക്കളോടുള്ള ബന്ധത്തിൽ ഈ സാഹചര്യത്തിൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ആമേൻ ഒരു മടങ്ങി വരവിലേക്ക് ദൈവിക മക്കൾ തയ്യാറാകണം എന്നുള്ളതാണ് അതിനകത്തുള്ള മറ്റൊരു സന്ദേശം. और परमेश्वर के जनों के लिए मैं समझता हूँ कि उन लोग और एक थोड़ा तैयारी लेना है. जो लोग हालेलुया अभी तक नहीं है, वो लोग एक लौट आना, उनका वापस एक जरूरी है. ये उनको बताने के लिए उनका आलोचना है. കർത്താവിന്റെ അടുക്കിലേക്ക് മടങ്ങി വരിക, अर्थात परमेश्वर के पास लौट आना. അപ്പോൾ ഈ രണ്ട് സന്ദേശങ്ങളാണ് ഈ ഒരു ഇൻസിഡന്റിലൂടെ ദൈവം ജനത്തോടും ലോകത്തോടും സഭയോടും പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് എന്ന് എനിക്ക് ഒരു ധാരണ, ഒരു ചിന്ത ദൈവം നൽകുവാനിടയായി. और मुझे यही दो बात का चिंता प्रभु ने मुझे दिया है कि मतलब ये जो समस्या दुनिया में आने का वजह ये दो कारण है. ആമേൻ. ബൈബിൾ നമ്മൾ പഠിച്ചാൽ പോലും ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ദൈവത്തിങ്കിലേക്ക് ജനം മടങ്ങി വരേണ്ടതിന് വേണ്ടിയിട്ട് ദൈവം പ്രകൃതിയിലും അതുപോലെ തന്നെ ജനത്തിന്റെ ഇടയിലും ഒക്കെ നടത്തിയിട്ടുള്ള ചില അവസ്ഥകളെ നമ്മൾ ബൈബിളിൽ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. और अगर हम पवित्र शास्त्र में देखा जाए, कई बार अपने बच्चों को लौटकर या तो परमेश्वर के राह पर लेकर आने के लिए परमेश्वर इस तरीके से समस्या उनके जीवन में दिया है. ആമേൻ. ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ മിസ്രൈമിൽ നിന്ന് വന്ന ഇസ്രായേൽ മക്കൾ പിൽക്കാലത്ത് ഒരു രാജ്യമായി തീർന്നു. എന്നാൽ പിന്നീട് അത് വിഭജിക്കപ്പെട്ടു. അതിനുശേഷം ഇസ്രായേൽ എന്ന് പറയുന്ന വടക്കേ രാജ്യം വളരെയധികം പാപപ്രവൃത്തികളിലൂടെ മുമ്പോട്ട് പോകുവാനിടയായി തീർന്നു. और हम देखते हैं कि इस्राएल बच्चे के बारे में देखा जाए तो मिस्र में से छुड़ाकर उनको लेकर आए इस्राएल नाम के राष्ट्र का हालेलुया वहां पर शुरुआत हुआ. फिर भी वो अलग अलग बातों में बटा गया और उनके अलग जगह पे उनका मतलब उनके जो पाप में चला गया. ये सब बात को हमको देखने को मिलता है. രഹോബെയാം എന്ന് പറയുന്ന രാജാവിന്റെ കാലഘട്ടത്തിൽ രാജാവിനോടുള്ള ബന്ധത്തിൽ ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു നോർത്തേൺ കിങ്ഡം ഉണ്ടായി. അതുപോലെ തന്നെ ശലോമോന്റെ മകനായ രഹോബെയാം എന്ന് പറയുന്ന വ്യക്തിയിൽ
സദേൺ കിങ്ഡം രൂപപ്പെടുവാനിടയായി തീർന്നു. और हम देखते कि रहोयाम नाम के जो व्यक्ति से वहां पर नॉर्थर्न साइड में हालेलुया उनका जो राजनीति चलाने के लिए परमेश्वर इस्तेमाल किया, इस बात को हम पवित्र शास्त्र में अच्छे से हमको देखने को मिलता है. എന്നാൽ നോർത്തേൺ രാജ്യത്തിൽ അല്ലെ നോർത്തേൺ രാജ്യമായ ഇസ്രായേലിൽ പാപപ്രവർത്തികൾ വളരെ വർദ്ധിക്കുവാനും ദൈവത്തിന്റെ ദാസന്മാർ പ്രവാചകന്മാർ ആ കാലഘട്ടങ്ങളിൽ ശക്തമായ ദൂതുകളൊക്കെ ആ ജനത്തോട് സംസാരിക്കുവാനും ഇടയായി തീർന്നിട്ടുണ്ട്. और नॉर्थ का उस जगह में हम देखते हैं कि वो लोग पाप में और बढ़ता गया और परमेश्वर अपने भक्तों के द्वारा उनको जो आलोचना तो बहुत सामर्थ्य के साथ में शक्ति के साथ में उनको बताने लगा. എന്നാൽ ആ ആലോചനകളൊന്നും നോർത്തേൺ രാജ്യമായ ഇസ്രായേലോ അവിടെ ഭരിക്കപ്പെട്ട രാജാക്കന്മാരോ ഏറ്റെടുത്തിട്ടില്ല. मगर परमेश्वर का उसमें तो कोई भी आलोचना नॉर्थ में रहने से ना तो उसका राजा ना उस राष्ट्र उन्होंने उसका आलोचना को दुत्कार दिया, नहीं कान लगा उस पर. അതുകൊണ്ട് എന്ത് സംഭവിച്ചു എന്ന് നമുക്ക് ബൈബിൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്, और इसके कारण क्या हुआ जब हम बाइबल को पढ़ते हैं तो हमें ये समझ में आते हैं. അശൂര്യർ വന്ന് ഇസ്രായേലിനെ അടിമകളായി ബന്ദികളാക്കി കൊണ്ടുപോകുവാനിടയായി. और अशूर के लोग आके इनको दास बना के गुलाम बनाकर इनको पकड़कर लेकर गया. അപ്പോൾ അതിന് മുമ്പ് തന്നെ പ്രവാചകന്മാരിലൂടെയും പ്രകൃതിയിലൂടെയും ഒക്കെ ദൈവം സംസാരിച്ചിരുന്നു. और उससे पहले भविष्यवक्ता के द्वारा और कुदरत के द्वारा परमेश्वर इन लोगों से बातें किया है. ആമേൻ. ഇവർ അടിമകളായി പോകുന്നതിന് മുമ്പ് ഞാൻ പല പുസ്തകങ്ങളിൽ വായിച്ചിട്ടുള്ളത് ലോകത്ത് അന്ന് ആ കാലഘട്ടത്തിൽ അവിടെയൊക്കെ വിവിധ സംഭവങ്ങൾ നടന്നിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. और मैं पुस्तक से इस बात को पढ़कर चले कि इनको जब दासत्व में इसको लेके जाने से पहले कई घटना उस जगह पर हुआ है. ആമേൻ. അവിടെ വലിയ ഭൂകമ്പങ്ങൾ ഉണ്ടായി എന്ന് പറയുന്നു. और वहां पर ऐसे सुने कि वहां पर बहुत बड़ा भूकंप हुआ था. അതുപോലെ തന്നെ സൂര്യഗ്രഹണം ഉണ്ടായി എന്ന് പറയുന്നു. और वहां पर बहुत तेज तरीके से सूर्य ग्रहण का प्रभाव हुआ करके सुनने को मिलता है. അതുപോലെ തന്നെ വെട്ടിക്കിളികളുടെ ശല്യം ഉണ്ടായി എന്നും പറയപ്പെടുന്നു. और टिड्डियों का आक्रमण भी वहां पर हुआ करके सुनने को मिलता है. ഇതിലൂടെയൊക്കെ ദൈവം ഒരു സന്ദേശം, ഒരു മടങ്ങിവരവിന്റെ സന്ദേശമായിരുന്നു ഇസ്രായേലിനോട് ഉള്ള ബന്ധത്തിൽ ദൈവം ആഗ്രഹിച്ചതും ദൈവം അതിനോടുള്ള ബന്ധത്തിലാണ് ഇതെല്ലാം നൽകിയതും എന്നാണ് അവൻ വിശ്വസിച്ചു പോരുന്നത്. और हम इस बात को विश्वास करना है कि ये सब परमेश्वर उनको ये बात उनको देने का वजह है कि अपने बच्चे पाप से लौटकर परमेश्वर का राह पर वापस आ जाए. ആമേൻ. എന്നാൽ അവര് അതൊന്നും മനസ്സിലാക്കുവാനിടയായില്ല. मगर वो लोग इस बात को बिल्कुल ना समझ के वो लोग चलने लगा. നമുക്കറിയാം ഇന്ന് ആ 10 അവിടെ ഉണ്ടായിരുന്ന 10 ട്രൈബുകളെ കുറിച്ച് കൂടുതലായിട്ടുള്ള അന്ന് അശൂരിലേക്ക് പോയ ട്രൈബുകളെ കുറിച്ച് കൂടുതലായിട്ടുള്ള വിവരങ്ങളൊന്നും നമുക്ക് ഇന്ന് കിട്ടുന്നില്ല എന്നാണ് പഠിതാക്കളും അതുപോലെ തന്നെ ഉള്ള എഴുത്തുകളിലൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. और उसमें से 10 भाग के बारे में जितने भी लोग हैं बाइबल स्कॉलर लोग ऐसा कहते हैं कि उसके बारे में पूरी जानकारी आज के तारीख में नहीं मिल रहा है. എന്നാൽ ഇതുപോലെ തന്നെയാണ് നമ്മളും ഇപ്പോൾ നേരിടുന്ന സിറ്റുവേഷൻ ഇതുപോലെയൊക്കെ തന്നെയാണ്. और आज हम जिस समस्या का सामना कर रहे हैं लगभग ये भी वही है. ഏതോ ഒരു വലിയ ഇവന്റ് നടക്കുന്നതിന് മുമ്പ് ഉള്ള ചില സംഭവങ്ങൾ. और कुछ तो बहुत बड़े काम होने से पहले का कुछ संभव है ये. അല്ലേ? നമ്മുടെ കർത്താവായ യേശുക്രിസ്തു പറഞ്ഞു, കർത്താവായ യേശുക്രിസ്തു വരുന്നതിന് മുമ്പായിട്ട് ഈ ലോകത്തിൽ പലതും സംഭവിക്കുമെന്ന് പറയുവാനിടയായി. और हमारा प्रभु यीशु मसीह ने इस बात को बताया कि उनके दोबारा आगमन से पहले कुछ बातें, कुछ चिन्ह उसने बताया कि ये सब होगा. ഓരോന്ന് ഈ കാലഘട്ടങ്ങളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. നമുക്കറിയാം 16ാം സെഞ്ചുറിയിൽ മുതൽ അല്ലെ അതിനു മുമ്പ് ഒക്കെ മുതൽ പല സംഭവങ്ങൾ, പല ഇൻസിഡന്റുകൾ ഓരോരോ 100 വർഷങ്ങൾ കഴിയുമ്പോഴും സംഭവിച്ചിട്ടുണ്ട്. और हम देखते कि दुनिया में एक 100 साल होने के बाद में हालेलुया 16वीं सदी से अगर देखा जाए एक बात दुनिया में होते आ रहा है. അപ്പോൾ കർത്താവ് പറഞ്ഞു, കർത്താവ് വരുന്നതിന് മുമ്പ് ഇങ്ങനെയുള്ള സംഭവങ്ങൾ, ഈറ്റ് നോവിന്റെ ആരംഭം എന്ന വണ്ണം ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാകും. और प्रभु ने बहुत साफ तरीके से बताया कि उनका आगमन से पहले ये सब चिन्ह दुनिया में होगा. ആമേൻ. അതുപോലെ ഒരു സംഭവത്തിലൂടെ ആണ് നമ്മൾ ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. प्रियो, वही एक जो घटना, एक जो चिन्ह है, उसके बीच में से मैं और आप गुजर रहा है. അതുകൊണ്ട് ഈ ഒരു സമയത്ത് നമുക്കേറെ അത്യാവശ്യം
നമ്മുടെ കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങുക എന്നുള്ളത് മാത്രമാണ്. और इस समय में मेरे लिए आपके लिए बहुत जरूरी है कि परमेश्वर के आगमन के लिए मुझे और आपको पूरी तरह से तैयार होना है. കർത്താവ് ഒരുപക്ഷെ അടുത്ത മൊമെന്റിൽ വന്നേക്കാം, ഒരുപക്ഷെ ചില നാളുകൾ കഴിഞ്ഞ് വന്നേക്കാം. അതെല്ലാം കർത്താവ് അല്ലെങ്കിൽ ദൈവത്തിന്റെ അധികാരത്തിൽപ്പെട്ടിരിക്കുന്ന കാര്യമാണ്. हो सकता है कि प्रभु अगले ही पल में आ जाए या तो कुछ और समय बीतने के बाद में आ जाए. ये सब समय का जो योजना है परमेश्वर के हाथों में है. നാം എല്ലാവരും ഒരുങ്ങിയിരിക്കുവാൻ, തയ്യാറോടുകൂടെ ഇരിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു എന്നതിന്റെ ഒരു സൈനാണ് ഒരുപക്ഷെ നാം ഇപ്പോൾ ഫേസ് ചെയ്യുന്ന ഈ പാൻഡമിക് സിറ്റുവേഷൻ. या तो शायद हो सकता है कि ये जो महामारी से हम लोग ये जो प्रतिकूल जो गुजर रहा है, शायद परमेश्वर का आगमन में हमें तैयार करने की एक योजना है. ആമേൻ. കർത്താവിനോട് പേഴ്സണലായിട്ട് അടുക്കുവാൻ, परमेश्वर से व्यक्तिगत रूप में उसके और निकट जाने के लिए, പ്രാർത്ഥനാ ജീവിതം ഉണ്ടാകുവാൻ, और प्रार्थना जीवन को और बढ़ाने के लिए, വചനം കൂടുതൽ പഠിക്കുവാൻ, और वचन का अध्ययन और ज्यादा समय होने के लिए. ആമേൻ. കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുകയാണ്. और प्रभु मेरे और आपके बारे में चाहता है कि मेरे जन ऐसा बने. അതിലൂടെ നമുക്ക് ഒരു ആത്മീക വളർച്ചയ്ക്കുള്ള പ്രബോധനങ്ങൾ ഓരോ ദിവസവും ലഭ്യമാകുവാനിടയായിത്തീരും. और उसके जरिए हमारे आत्मिक वृद्धि के लिए जो कुछ भी वचन चाहिए परमेश्वर में देते रहेंगे. ആമേൻ. ഇന്ന് രാത്രിയിൽ അല്പസമയം നിങ്ങളുമായിട്ട് ആമേൻ ചിന്തിപ്പാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്ന വേദഭാഗം 1 പത്രോസിന്റെ ലേഖനമാണ്, 1-ാം അധ്യായത്തിൽ നിന്നും. ആമേൻ. 1-ാം അധ്യായം അതിന്റെ 5-ാമത്തെ വാക്യം. ആമേൻ. ഇങ്ങനെ വായിക്കുന്നു, ശ്രദ്ധിക്കുമല്ലോ. और आज आपके साथ में चिंता रखना चाहता कि पहले पत्रस का पत्री उसका पहला अध्याय उसका 5वां वचन में पढ़ना चाहता हूं. ആമേൻ. ഇവിടെ ഇങ്ങനെ വായിക്കുന്നത്, ദൈവശക്തി തന്റെ കരുണാധിക്യ പ്രകാരം 4ന്റെ 3 തൊട്ട് വായിക്കുകയാണ്. തന്റെ കരുണാധിക്യ പ്രകാരം നമ്മെ ജീവനുള്ള പ്രത്യാശയ്ക്കായി അന്ത്യകാലത്ത് വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക് വിശ്വാസത്താൽ ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവ ഇല്ലാത്തതുമായ അവകാശത്തിനായി തന്നെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. और पहला पत्रस उसका पहला का 5 में से लिखी, जिनकी रक्षा परमेश्वर की सामर्थ से विश्वास के द्वारा उस उद्धार के लिए जो आने वाला समय में प्रकट होने वाली है, इस कारण तुम मगन होते हो. ഫാസ്റ്റ് 1:5 ആണോ? 1 പത്രോസ് 1:5. അതന്നെ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പം എന്തിനാണ് നമുക്ക് വീണ്ടും ജനനം എന്നുള്ള ഒരു 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 കാര്യമാണ് നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. और हमें एक नया जीवन, एक वापस से पुनः जीवन क्यों है करके यहाँ पर देखने को मिलता है. പത്രോസ് ഈ ലേഖനം എഴുതുമ്പോൾ അന്ന് സഭ വളരെയധികം പീഡനത്തിലൂടെയും സഹോദരന്മാരും ഒക്കെ വളരെ പ്രയാസത്തിലൂടെ കടന്നു പോകുവാനിടയ ഒരു സമയമാണ്. और ये वहां पर देखते कि पत्रस जब ये पत्र को लिख रहा था, वह उस समय में कलीसिया बहुत सताव के साथ में गुजर रहे थे. ആ സമയത്ത് അവരെ ഒന്ന് താങ്ങി നിർത്തുവാൻ, അവരെ ഒന്ന് സപ്പോർട്ട് ചെയ്യുവാൻ, അവർക്കൊരു ബലം കൊടുക്കുവാനാണ് ഈ ലേഖനം അവർക്ക് എഴുതുവാനിടയായി തീർന്നത്. और उस समय में उनको आश्वासन देने के लिए, उनको बल देने के लिए इस पत्र को लिखा गया है. ആമേൻ. നമ്മുടെ ക്ഷയിക്കപ്പെടുന്ന ഈ ശരീരം മാറ്റപ്പെട്ടാൽ, നമ്മുടെ വാടിപ്പോകുന്ന ഈ അവസ്ഥകൾ മാറ്റപ്പെട്ടാലും, ആമേൻ, നമ്മളെ ദൈവം സൂക്ഷിച്ചിരിക്കുന്നത്, നമുക്ക് വേണ്ടി ദൈവം കരുതിയിരിക്കുന്നത് ക്ഷയമില്ലാത്തതും വാട്ടമില്ലാത്തതും മാലിന്യമില്ലാത്തതുമായിട്ടുള്ള ഒന്ന് നൽകേണ്ടതിന് വേണ്ടിയിട്ടാണ് എന്ന് പത്രോസ് അപ്പോസ്തലൻ തന്റെ ജനത്തെ പ്രബോധിപ്പിക്കുകയാണ്. और कहते हैं कि ये हमारे अविनाशी शरीर, ये जब नष्ट, ये जो बलहीन भी हो जाए, तो एक ऐसा मतलब एक निर्मल और अजर एक मिराज के लिए तुम्हारे स्वर में रखा गया है. इस बात को देखकर उनका विश्वास को और उत्साह के साथ में बढ़ा रहा है. വീണ്ടും ജനനം എന്നുള്ള വിഷയം സ്വർഗത്തിന്റെ അവകാശം, ദൈവത്തോടുകൂടെ വസിക്കാനുള്ള ആമേൻ ഒരു സാവകാശം അല്ലെങ്കിൽ വലിയൊരു അവസരം ആണ് എന്ന് ഉള്ള സത്യം നാം എല്ലാവരും എല്ലാ കാലത്തും തിരിച്ചറിയേണ്ടത് അത്യാവശ്യമാണ്. और हम हरेक को हरेक समय में इस बात को जाना है कि नया जन्म जो है वो परमेश्वर के साथ में रहने के लिए बहुत बहुमूल्य है. അവൻ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നത് സ്വർഗത്തിലെ അവകാശം പ്രാപിക്കേണ്ടതിനാണ്. और नया जन्म इसके हमको दिया कि हम स्वर्ग का उस हक को हम प्राप्त करें. എന്നാൽ സഭ ആമേൻ ഇന്ന് ഇതിൽ പറയുന്ന ക്ഷയം, വാട്ടം, മാലിന്യം എന്നുള്ള അവസ്ഥകൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകിയത് കൊണ്ട്,
और इसमें हमारे शरीर के सारी मलिनता को जितने भी बात को बताया गया है, इस बात को प्रथम अवसर दिया इसलिए സഭ കൂടുതൽ മെറ്റീരിയലിസത്തിലേക്ക് വന്നതുകൊണ്ട് और सभा और आगे की ओर बढ़ गया इसके लिए ആമേൻ വീണ്ടും ജനനത്തിന്റെയോ രക്ഷിക്കപ്പെടലിന്റെ ഉദ്ദേശം ദൈവം എന്താണ് ആഗ്രഹിക്കുന്നത് എന്ന് പലരും തിരിച്ച് അറിയാൻ കഴിയാതെ പോകുകയാണ്. और नया जन्म का या तो पूरा उद्धार का आवश्यकता उसका जरूरत क्या है, शायद कई लोग उसको नहीं समझ पाए. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഈ ലോകത്തിലുള്ള നന്മ നമുക്ക് അത്യാവശ്യമാണ്. हम सभी लोगों के जीवन में इस दुनिया का आर्थिक जो जरूरत है, यह सभी हमको जरूरत है. നമ്മളിപ്പോൾ നടത്തുന്ന ഈ സൂം മീറ്റിംഗ് പോലും ഇത്തരത്തിലുള്ള ഈ ആപ്ലിക്കേഷൻസ് പോലും ഉണ്ടായി വരുന്നത് നമ്മുടെ ജീവിതത്തിൽ ഒരു ഗുണത്തിന് കാരണമാവുകയാണ്. और इस तरीके के जूम, ये जो मीटिंग भी जो कुछ भी हो रहा है, यह हमारे जीवन का आशीष का कारण के लिए है. നശിച്ചു പോകുന്ന സംഗതികളെ ആമേൻ ദൈവത്തിന് വേണ്ടി ജീവിക്കുവാനായിട്ടും അതിനുവേണ്ടി പ്രയോജനപ്പെടുത്തുവാനായിട്ടും നാം ഉപയോഗിക്കുകയാണ് ഇതിലൂടെ നാം ചെയ്യുന്നത്. और नाश होने वाले लोगों को उनको बचाने के लिए, उनको और आत्मिक वृद्धि करने के लिए ये जूम का जो प्लेटफॉर्म हम उसका इस्तेमाल कर रहे हैं. എല്ലാവർക്കും ഈ ലോകത്തിലെ നന്മ അത്യാവശ്യമാണെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. और मैं विश्वास करता हूँ कि दुनिया का जो कुछ भी जो भलाई है, ये दुनिया का जो कुछ भी है, ये सब लोगों को जरूरत है. എന്നാൽ സഭ അതിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്താൽ അതൊരു വലിയ വിഷമസന്ധിക്ക് കാരണമായി തീരും. मगर कलीसिया सिर्फ दुनिया का ही, संसार का ही बातों को देखे तो ये बहुत गलत बात होगा. ആമേൻ നന്മ വേണം നമുക്ക്. ആമേൻ അതിനേക്കാൾ മുകളിൽ നമ്മുടെ ആത്മീയത നാം പടുത്തുയർത്തേണ്ടത് അത്യാവശ്യമാണ് എന്നുള്ള കാര്യം ആമേൻ ഈ രാത്രിയിൽ ദൈവജനമേ മനസ്സിലാക്കിയിരിക്കണമേ. और दुनिया का सारी भलाई हमारे लिए जरूरत है, मगर उससे बढ़कर आत्मिक बातों को एक एक कदम दिन में आगे बढ़ना, ये बात बहुत जरूरी है. എന്നാൽ വീണ്ടും ജനനം ആമേൻ നമുക്കും ദൈവം നൽകിയത് ആമേൻ സ്വർഗത്തിലെ അനുഗ്രഹങ്ങൾ, നന്മകൾ, അവകാശങ്ങൾ പ്രാപിക്കേണ്ടതിന് വേണ്ടിയിട്ടാണ്. मगर नया जन्म हमें इसलिए दिया ताकि हम स्वर्ग के सारे आशीष के लिए हम लोग प्राप्त करें. ഇവിടെ നാം വായിച്ച ഈ ഭാഗങ്ങളെല്ലാം തന്നെ ക്ഷയവും മാലിന്യവും വാട്ടവും എന്ന് പറയുന്ന ഈ സംഗതികളെല്ലാം ഈ ലോകവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. और यहाँ पर हम लोग हालेलुया, जितने भी हालेलुया उसका जो मलिनता है, उसका जो बलहीनता है, ये जितना भी बातें बताया गया, ये दुनिया का संसार के हिसाब से बताया गया है. ഈ ലോകത്തിലുള്ളതെല്ലാം തകർക്കപ്പെടുന്നതോ മാറ്റപ്പെടുന്നതോ അഴുകിപ്പോകുന്നതോ ഒക്കെയാണ്. और दुनिया में जो कुछ भी है, या तो इसको बदला जाएगा या तो इसका नाश हुआ जाएगा, सब यहाँ से निकल जाने वाली चीज है. എന്നാൽ പത്രോസ് അപ്പോസ്തലൻ പറയുകയാണ് ഈ ക്ഷയവും മാലിന്യവും വാട്ടവും എന്നിവ ഇല്ലാത്തതുമായ അവകാശത്തിനായി തന്നെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. और वहां पर कहता कि एक अविनाशी और निर्मल और अजर मिरास के लिए तुम्हारे लिए स्वर्ग में रखा गया है. ഈ രാത്രിയിൽ നമുക്ക് വളരെ അഭിമാനത്തോടെ പറയുവാൻ കഴിയണം, സന്തോഷത്തോടെ പറയുവാൻ കഴിയണം, ആമേൻ ദൈവിക അവകാശങ്ങൾ, സ്വർഗീയ അവകാശങ്ങൾ പ്രാപിക്കുവാൻ ദൈവം എന്നെ തെരഞ്ഞെടുത്തു, ദൈവം എന്നെ വിളിച്ചു, ദൈവം എന്നെ കണ്ടു എന്നുള്ള വലിയ മനോബോധം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകേണ്ടത് വളരെ അത്യാവശ്യമാണ്. और आज के दिन में हालेलुया, इस समय में हमें बहुत हालेलुया खुशी के साथ में, आनंद के साथ में, अभिमान के साथ में ये कहना चाहिए कि प्रभु ने मुझे चुना है ताकि स्वर्ग के सारे जो मेरे लिए रखा है उसको प्राप्त करने के लिए. ഹല്ലേലൂയ. ആമേൻ. हालेलुया. അപ്പോൾ ഇനിയും ദൈവം നമ്മളെ ജനിപ്പിച്ചത് ക്ഷയവും മാലിന്യവും വാട്ടവും ഇല്ലാത്ത അവകാശത്തിന് ആണെങ്കിൽ, अगर परमेश्वर में नया जन्म अगर हमें दिया है, तो ये सब अविनाशी, निर्मल, अजर, ये सब मिरास को प्राप्त, स्वर्ग का बातों को प्राप्त करने के लिए അതിനുവേണ്ടി ദൈവം ഉപയോഗിച്ച മാധ്യമം ഏതാണെന്ന് നമ്മൾ എല്ലാവരും തിരിച്ചറിയണം. मगर वो प्राप्त करने के लिए परमेश्वर ने जो जरिया को रखा है, ये कौन सा है हमें जानना है. ആമേൻ. ഇവിടെ 1:23 വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, और इसी पत्री के पहला अध्याय, उसी पत्री के मतलब 30 से 23 वचन में ऐसा लिखा है, കെടുന്ന ബീജത്താലല്ല കെടാത്തതിനാലും ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. यहाँ पर ऐसा लिखे, क्योंकि तुमने नाशवान नहीं पर अविनाशी बीज से परमेश्वर के जीवित और सदा ठहरने वाले वचन के द्वारा नया जन्म पाया है.
നമ്മൾ വീണ്ടും ജനിച്ചത് കെടുന്ന ബീജത്താലല്ല, കെട്ടുപോകുന്ന ഒരു സംഭവത്താലല്ല, ക്ഷയിച്ചു പോകുന്ന ഒരു സംഭവത്താലല്ല, മാലിന്യപ്പെട്ടു പോകുന്ന ഒരു സംഭവത്താലല്ല, വാട്ടപ്പെട്ടു പോകുന്ന ഒരു സംഭവത്താലല്ല, ദൈവവചനത്താൽ, എന്നേക്കും നിലനിൽക്കുന്ന ദൈവവചനത്താൽ തന്നെയാണ് ജനിച്ചിരിക്കുന്നത്. क्योंकि हमारा नया जन्म कोई अविनाशी बीज से नहीं है जो नष्ट हो जाएंगे, जो पूरी तरह से बर्बाद हो जाएंगे, उससे नहीं, मगर परमेश्वर का वचन का सामर्थ्य है. ആമേൻ. അപ്പോൾ ദൈവവചനത്താൽ, വചനം പറയുന്നു, നമ്മുടെ ഉള്ളിൽ ഒരു പുതിയ മനുഷ്യൻ ജനിക്കപ്പെട്ടിരിക്കുകയാണ്. और कहते हैं कि परमेश्वर के वचन से हमारे अंदर एक नया एक मनुष्य उत्पन्न हुआ है. ഇതെങ്ങനെ സംഭവിക്കുന്നു എന്ന് നമുക്ക് തിരിച്ചറിയണമെങ്കിൽ 1-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു. ഞാൻ വായിക്കാൻ നിങ്ങൾക്ക് വേണ്ടി 1:12 ഇങ്ങനെ വായിക്കുന്നു. अगर इस बात को समझना है तो उसी अध्याय के पहला अध्याय के 12 वचन में ऐसा लिखा है. ആമേൻ. അവരിലുള്ള 11 വായിക്കട്ടെ. അവരിലുള്ള ക്രിസ്തുവിൻ ആത്മാവ് ക്രിസ്തുവിന് വരേണ്ടിയ കഷ്ടങ്ങളെയും പിൻവരുന്ന മഹിമയെ മുൻകൂട്ടി സാക്ഷീകരിച്ചപ്പോൾ സൂചിപ്പിച്ച സമയം ഏതോ എങ്ങനെയുള്ളതോ എന്ന് പ്രവാചകന്മാർ ആരാഞ്ഞു നോക്കി, തങ്ങൾക്കായിട്ടല്ല നിങ്ങൾക്കായിട്ടത്രേ. അടുത്ത വാക്യം ശ്രദ്ധിക്കണമേ. തങ്ങൾ ആ ശുശ്രൂഷ ചെയ്യുന്നു എന്ന് അവർക്ക് വെളിപ്പെട്ടു. അടുത്ത ശ്രദ്ധിച്ചാട്ടെ. സ്വർഗത്തിൽ നിന്നയച്ച പരിശുദ്ധാത്മാവിനാൽ നിങ്ങളോട് സുവിശേഷം അറിയിച്ചവർ അത് ഇപ്പോൾ നിങ്ങളെ ഗ്രഹിപ്പിച്ചിരിക്കുന്നു. आमीन. उसी अध्याय का पहला अध्याय के 11 और 12 में ऐसा लिखे गए, उन्होंने इस बात की खोज की कि मसीह का आत्मा जो उनमें था और पहले ही से मसीह के दुखों की और उसके बाद आने वाला महिमा की गवाही देता था, वह कौन से और कैसे समय की और संकेत करता है. उन पर यह प्रकट किया गया है कि वे अपनी नहीं वरन तुम्हारी सेवा के लिए बातें कहा करते थे, जिनका समाचार अब तुम्हें उनके द्वारा मिला, जिन्होंने पवित्र आत्मा के द्वारा जो स्वर्ग से, यहां पर लिखा है कि जो पवित्र आत्मा के द्वारा जो स्वर्ग से भेजा गया तुम्हें सुसमाचार सुनाया, और इन बातों को स्वर्गदूत भी ध्यान से देखने की लालसा रखते हैं. ആമേൻ. സ്വർഗത്തിൽ നയിച്ച പരിശുദ്ധാത്മാവിനാൽ ദൈവവചനം കേട്ട് കഴിഞ്ഞപ്പോൾ, പരിശുദ്ധാത്മാവിനാൽ അത് നമ്മളിൽ ക്രിയ ചെയ്യപ്പെട്ടപ്പോൾ, ആമേൻ, നമ്മിൽ ഒരു പുതിയ മനുഷ്യൻ ആമേൻ ഉടലെടുക്കുവാനിടയായി തീർന്നു. मतलब ये सुसमाचार स्वर्ग से पवित्र आत्मा के द्वारा जो हमें सुनाया गया, तो हमारे अंदर एक नया मनुष्य का उत्पन्न हुआ. ആമേൻ. അതുകൊണ്ട് തന്നെയാണ് ആമേൻ ഇവിടെ പറയുന്നത് ഇത് കെട്ടുപോകുന്നതല്ല. इसलिए यहाँ पर कहता है कि ये बीज जो है ये अविनाशी नहीं है, या तो ये नाश होने वाला नहीं है. കാരണം ഇത് ദൈവത്തിൻ്റെതാണ്, അല്ലെങ്കിൽ ഇത് ദൈവമാണ്. क्योंकि ये परमेश्वर का है, या तो ये परमेश्वर ही है. ആമേൻ. ദൈവം നശിക്കുന്നില്ലെങ്കിൽ, ദൈവത്തിന്റെ മക്കളോട് ഓർപ്പിക്കട്ടെ, നമ്മുടെ ഉള്ളിൽ ജനിപ്പിക്കപ്പെട്ട മനുഷ്യനും നശിക്കുന്നില്ല എന്നുള്ള വസ്തുത ഈ രാത്രിയിൽ എന്റെ ജനം തിരിച്ചറിയേണ്ടത് അത്യാവശ്യമാണ്. आमीन. हालेलुया. आज इस परमेश्वर के जन को बताना चाहता हूं, अगर परमेश्वर का कभी नाश या खत्म नहीं होता तो परमेश्वर का वचन का भी कभी खात्मा नहीं होगा. इस बात को मैं और आप इस शाम के टाइम में जान ले. ആമേൻ. നമ്മുടെ അകത്ത് ജനിപ്പിക്കപ്പെട്ട മനുഷ്യൻ ദൈവത്താൽ ജനിപ്പിക്കപ്പെട്ടതാണ്. आमीन. हमारा अंदर जिस मनुष्य का जो नया जन्म का उत्पन्न हुआ है, ये परमेश्वर के द्वारा हुआ है, അതിന്റെ ഉടമസ്ഥൻ ദൈവമാണ്. और उसका मालिक परमेश्वर है. അതുകൊണ്ട് തന്നെ ദൈവസഭ ആമേൻ അതുപോലെ ആ ക്യാരക്ടറുകളും ആ ഉടമസ്ഥന്റെ ആ അപ്പന്റെ സ്വഭാവം കാണിച്ചുകൊണ്ട് ഈ ലോകത്തിൽ ജീവിക്കുവാൻ ബാധ്യസ്ഥരാണ് എന്നുള്ള സന്ദേശമാണ് നമുക്ക് ഇതിന്റെ മറുതലക്കൽ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. और इसके दूसरे बाजी में ये संदेश मिलता है कि अगर ऐसा है तो परमेश्वर के द्वारा नया जन्म पाएगा, परमेश्वर का कलीसिया है, उनके स्वभाव, उनके जो आलोचना है, उनके अनुसार चलना है करके हमें संदेश देता है. ആമേൻ. ദൈവവചനത്താൽ തന്നെ വീണ്ടും ജനിച്ചിരിക്കുന്നു. देखो परमेश्वर के वचन से ही नया जन्म हुआ है. 24-ാമത്തെ വാക്യം 1:24 ഇങ്ങനെ വായിക്കുന്നു. 1:24 में ऐसा लिखा है, സകല ജഡവും പുല്ലുപോലെയും അതിന്റെ ഭംഗിയെല്ലാം പുല്ലിന്റെ പൂ പോലെയുമാകുന്നു. പുല്ലുവാടി പൂ ഉതിർന്നു പോയി, കർത്താവിന്റെ വചനമോ എന്നേക്കും നിലനിൽക്കുന്നു. उसको 24 में आगे ऐसा लिखा है, क्योंकि हर एक प्राणी घास के समान है
और उसकी सारी शोभा घास के फूल के समान है। घास सूख जाती है और फूल झड़ जाता है, परंतु प्रभु का वचन युगानुयुग स्थिर रहता है। അതാകുന്നു നിങ്ങളോട് പ്രസംഗിച്ച വചനം. और यही सुसमाचार वचन है जो तुम्हें सुनाया गया है. അപ്പോൾ ഇവിടെ പറയുന്നു ബാക്കിയുള്ളതെല്ലാം പുല്ലുണങ്ങുന്നു, പൂവാടുന്നു, എല്ലാം നശിച്ചു പോകുന്നു. നമ്മുടെ ഈ ശരീരം നശിച്ചു പോകും. ആമേൻ. നമ്മൾ ഈ മണ്ണിനോട് ചേരേണ്ടവരാണ്. എന്നാൽ നമ്മുടെ അകത്ത് ഒരു മനുഷ്യൻ ദൈവത്താൽ ജനിപ്പിക്കപ്പെട്ടുള്ളത് കൊണ്ട് അവൻ എന്നേക്കും വാഴേണ്ടതാണ് എന്നുള്ള മഹത്വം സത്യമാണ് ഇന്ന് രാത്രി നാം തിരിച്ചറിയേണ്ടത്. आमीन. स्तोत्र. यहाँ पर लिखा है कि हालेलुया, घास यहाँ पर देखते फूल सूख जाते हैं और फूल भी झड़ जाता है, मगर परमेश्वर के द्वारा हमारे ये जो मिट्टी का शरीर है ये भी निकल जाएगा, मगर परमेश्वर के द्वारा अंदर जो नया मनुष्य जो वचन से उत्पन्न हुआ है वो अनंत काल तक रहने वाला है. ദൈവമക്കളെ, ആമേൻ. നിങ്ങളുടെ അറിവിനായിട്ട് ഞാൻ പറയാം, യോഹന്നാന്റെ സുവിശേഷത്തിൽ ഇങ്ങനെ വായിക്കുന്നു. प्रियो, आपके जानकारी के लिए मैं कहना चाहता हूँ, यूहन्ना का सुसमाचार में ऐसा लिखा है. ആമേൻ. ഓക്കെ. അവർ പിതാവിൽ നിന്ന് ജനിച്ചവരാകയാൽ ആമേൻ എന്ന് നിങ്ങൾ ആ വാക്യം ശ്രദ്ധിച്ചോ? പെട്ടെന്ന് എന്റെ ഉള്ളിൽ ആ വാക്യം പെട്ടെന്ന് വന്നതുകൊണ്ടാണ് ഞാൻ എടുത്തവർ എടുത്ത് നോക്കിയാട്ടെ. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടെ, വചനം ദൈവമായിരുന്നു, അവൻ ആദിയിൽ ദൈവത്തോടു കൂടെയായിരുന്നു, സകലവും അവൻ മുഖാന്തരമുള്ളവായി, ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല, അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു, വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, ഇരുളോ അതിനെ പിടിച്ചടക്കിയില്ല. ദൈവം അയച്ചിട്ടൊരു മനുഷ്യൻ വന്നു, അവന് യോഹന്നാൻ എന്നു പേർ. അവൻ താൻ ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു. നിങ്ങൾ ആ കാര്യം കണ്ടോ? അവർ മനുഷ്യരിൽ നിന്നല്ല, അവർ രക്തത്തിൽ നിന്നല്ല, അവൻ പുരുഷന്റെ ഇഷ്ടത്താലല്ല, ദൈവത്താൽ അത്ര. 13-ാമത്തെ വാക്യം ശ്രദ്ധിച്ചോ? 13-ാമത്തെ വാക്യം. वहां पर लिखा है कि वो लोग मतलब कोई मानुषिक पिता से नहीं, परमेश्वर से उसको उत्पन्न हुआ है. और 13 वचन में ऐसा लिखा है, वचन 13, അവർ രക്തത്തിൽ നിന്നല്ല, वहां पर लिखते वे ना तो लहू से, ജഡത്തിന്റെ ഇഷ്ടത്താലല്ല, और ना शरीर की इच्छा से है, പുരുഷന്റെ ഇഷ്ടത്താലല്ല, और ना कि मनुष्य की इच्छा से, ദൈവത്തിൽ നിന്നത്രേ ജനിച്ചത്, परंतु परमेश्वर से उत्पन्न हुए हैं. നമ്മുടെ അകത്തുള്ള മനുഷ്യൻ ജനിച്ചത് ദൈവത്തിൽ നിന്നാണ്. प्रिय, हमारे अंदर का मनुष्य जो उत्पन्न है वो परमेश्वर से है. ആമേൻ. അതുകൊണ്ട് തന്നെ എന്നേക്കുമുള്ള ജീവൻ നമുക്കുണ്ടെന്നുള്ള കാര്യം മറന്നു പോകരുത്. इसलिए ये जीवन अनंत काल तक है करके हमें याद रखना. അതുകൊണ്ടാണ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു പറഞ്ഞത്, ഞാൻ അവയ്ക്ക് നിത്യജീവൻ നൽകുന്നു. इसलिए प्रभु यीशु मसीह ने कहा कि मैं उन्हें अनंत काल का जीवन मैंने उन्हें दिया है. ആമേൻ. പ്രൈസ് ഗോഡ്. ദൈവത്തിൽ നിന്ന് ജനിച്ച മനുഷ്യരുമായിട്ട് നടക്കുന്നവരാണ്, ഈ ലോകത്തിൽ ജീവിക്കുന്നവരാണ് എന്നുള്ള വസ്തുത സത്യം ഈ രാത്രിയിൽ തിരിച്ചറിയട്ടെ. और इस शाम के वक्त में हम हर एक जन याद रखें कि परमेश्वर से उत्पन्न होकर नया जन्म के साथ में हम इस संसार में जीने वाले हैं. ദൈവത്തിൽ നിന്ന് ജനിച്ചതാണെങ്കിൽ അതിനർത്ഥം നമ്മൾ ദൈവമക്കൾ എന്നാണ്. देखो, परमेश्वर से अगर जन्मा है तो हम परमेश्वर के बच्चे हैं. ആമേൻ. ദൈവമക്കളാണെങ്കിൽ ആ ദൈവമക്കളായ നമ്മളെ ദൈവം ഈ ഭൂമിയിലാക്കിയിരിക്കുകയാണ്. अगर परमेश्वर के बच्चे हैं तो उसी परमेश्वर के बच्चे को प्रभु ने हमें इस पृथ्वी पर रखा है. എന്തിനു വേണ്ടിയിട്ടാണ് ദൈവം നമ്മളെ ഈ ഭൂമിയിലാക്കിയത്? क्यों इस पृथ्वी में हमें रखा गया है? ദൈവ രാജ്യത്തിന്റെ മഹത്വം, യേശുവിന്റെ സ്വഭാവത്തിന്റെ ശ്രേഷ്ഠത ഈ ലോകത്തിന് കാണിക്കുവാനാണ് ദൈവം സഭയെ അല്ലെങ്കിൽ ദൈവമക്കളെ ഈ ഭൂമിയിലാക്കിയിരിക്കുന്നത്. आमीन. परमेश्वर अगर इस कलीसिया रूपी अगर हमें इस यहाँ पर रखा है तो परमेश्वर के परमेश्वर के स्वभाव को, हालेलुया, उसको जो ज्योति है वो दुनिया को प्रकट करने के लिए. അതിന് എന്തെങ്കിലുമൊക്കെ കോട്ടങ്ങൾ സംഭവിക്കുമ്പോൾ, अगर उसमें थोड़ा सी भी दाग अगर उसमें लग जाता है, ദൈവം ചിലപ്പോഴൊക്കെ ചില ഇൻസിഡന്റിലൂടെ നമ്മളോട് സംസാരിക്കുവാനിടയായിത്തീരും. तो परमेश्वर कुछ घटनाओं के द्वारा हमसे बात करते हैं. അവൻ ഈ പാൻഡമിക് ടൈമിൽ ഈ സാഹചര്യത്തിൽ കർത്താവിന് എന്നോട് സംസാരിക്കാനുള്ളത്, അതെ, ഞാൻ കർത്താവിന്റെ പൈതലാണ്, കർത്താവിന്റെ പൈതലിൽ നിന്നുള്ള ആ അവസ്ഥയിൽ ഈ ലോകത്തിൽ ജീവിക്കുവാനാണ് എന്നെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ് ഈ സമയത്തിൽ നാം തിരിച്ചറിയേണ്ട ഒരു ദൂത്.
और इस महामारी के समय में भी हमें इस बात को समझना है कि इसके बीच में भी परमेश्वर का सामर्थ को लेके, उसका नया जन्म को पाया उस शरीर को लेके हमें यहाँ पर हालेलुया जीना है करके संदेश देता है। ഞാന് പലയിടത്തും പല ദൈവമക്കളും സംസാരിക്കുമ്പോഴൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ള, അല്ലെങ്കിൽ പരസ്പരം ഞങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ പറയാറുള്ള ഒരു കാര്യമുണ്ട്, ഈ വൈറസ് അങ്ങോട്ട് അവസാനിച്ചു കഴിയുമ്പോൾ ആമേൻ ലോകത്തിൽ ഒരു വലിയ ഉണർവുണ്ടാകുവാനിടയായിത്തീരും. और मैंने कई परमेश्वर के मित्रों से वो लोग आपस में बातें करते मैंने देखा है, जब ये महामारी निकल जाएगा तो बहुत बड़ा एक जागृति दुनिया में आ जाएगा। ആമേൻ. ആ ഉണർവ് എന്താണെന്നാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. मगर वो जागृति क्या है, इस बात को हमें पहचानना है। അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കുന്നതാണ് ഉണർവ് എന്ന് തെറ്റിദ്ധരിക്കരുത്. और कभी ऐसा गलत न समझना है कि चिन्ह और चमत्कार होने वाला जागृति है। ആമേൻ. നാം ആരാണെന്നും ആമേൻ നമ്മൾ ഈ ലോകത്തിൽ എന്തിനാണ് ജീവിക്കുന്നതെന്നും നമ്മൾ എങ്ങനെ ജീവിക്കണമെന്നും നമ്മൾ ആരെ പോലെ ജീവിക്കണമെന്നും നാം തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ ലോകത്തിൽ ജീവിക്കുന്നതാണ് യഥാർത്ഥമായ ഉണർവ് എന്നുള്ള കാര്യം ആരും മറന്നുപോകരുത്. और जागृति का असली मतलब ये है, हम इस दुनिया में जीते हैं, हमें किस तरीके से जीना है, हम लोग किसके बच्चे हैं और कैसे आलोचना के साथ में इस दुनिया में जीना है, इस बात को हमको समझना है। നിങ്ങൾക്കറിയാമോ, ഓരോ നൂറ്റാണ്ടുകളിൽ നടന്നിട്ടുള്ള ഉണർവുകളെ പരിശോധിച്ചാൽ अगर एक 100 साल जब बीतते जाएगा तो आप जब देखेंगे तो जिस तरीके से दुनिया में जो जागृति आया है, നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം, ആമേൻ, ചില രാജ്യങ്ങളിൽ പോലീസ് സ്റ്റേഷനുകൾ അടഞ്ഞു കിടന്നിട്ടുണ്ട്. हम देखते हैं कि कई राज्यों में पुलिस स्टेशन तक बंद हुआ है। ആമേൻ, ബാറുകൾ അടഞ്ഞു കിടന്നിട്ടുണ്ട്. और कई बार जो शराब खाना जो है वो भी बंद हुआ है। അശുദ്ധ പ്രവർത്തികൾ ചെയ്യുന്നവർ അത് നിർത്തിയിട്ടുണ്ട്. और जितना भी गलत काम जो दुनिया में हो रहा था सब कुछ बंद हुआ है। ആമേൻ. അതൊക്കെയായിരുന്നു ആ കാലഘട്ടത്തിലെ ഉണർവെന്ന് പറയുന്നത്. और उस समय में ये सब बंद होने का मतलब था कि जागृति इस तरीके से शुद्धिकरण हुआ करता था। ഞാൻ വിശ്വസിക്കുന്നു ഈ ടൈം കഴിയുമ്പോൾ ഒരു ഉണർവിന്റെ ആമേൻ ഉണർവ് ഉള്ള ഒരു കൂട്ടം ശേഷിപ്പ് ഉണ്ടാകും എന്നതിന് യാതൊരു സംശയവുമില്ല. और मैं समझता कि इसके बाद में, महामारी के बाद में एक झुंड ऐसा होगा जो बहुत शुद्धिकरण और जागृति के साथ में निकलने वाला है। സ്വഭാവത്തിൽ വ്യത്യാസമുള്ളവർ, हमारे स्वभाव में वो मतलब पूरी तरह बदलाव आ जाएगा। ഇടപാടുകളിൽ ആമേൻ ദൈവഹിത പ്രകാരം വ്യത്യാസമുള്ളവർ, और हमारा लेन देन परमेश्वर की इच्छा के अनुसार देने वाले, ആമേൻ ലോകത്തിൽ ദൈവത്തെ വെളിപ്പെടുത്തുന്ന ക്യാരക്ടറുകൾ ഉള്ളവരായി और दुनिया में परमेश्वर के स्वभाव को बताने वाला लोग है। ഒരു കൂട്ടം ആളുകൾ ഇത് കഴിയുമ്പോൾ ഇവിടെ കാണുമെന്നതിന് യാതൊരു സംശയവുമില്ല. और मैं पूरा दावे के साथ में कहता हूं कि एक जून इसके बाद में निकलने वाला है। ആമേൻ. ദൈവം എന്റെ അകത്ത് ഒരു പുതുമനുഷ്യനെ നൽകിയിട്ടുണ്ട്. ആ മനുഷ്യൻ ഈ ലോകത്തിൽ ദൈവത്തിന്റെ ക്യാരക്ടറുകളെ പ്രകടിപ്പിച്ചുകൊണ്ട് ജീവിക്കുവാനായിട്ട് ഉള്ളതാണ് എന്നുള്ള തിരിച്ചറിവാണ് ഉണർവ്. അതാണ് യഥാർത്ഥമായ ക്രിസ്തീയ ജീവിതം. और एक असली मसीह जीवन या तो जागृति वो है, परमेश्वर ने हमारे अंदर एक नया जन्म दिया है, उसको लेकर परमेश्वर का स्वभाव को प्रकट करते हुए इस दुनिया में मुझे और आपको जीना है। ആമേൻ. ആമേൻ. 1 പത്രോസിന്റെ ലേഖനം 2-ാം അധ്യായം 1-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു. और पहला पत्रोस उसका 2रा अध्याय उसका पहला वचन में ऐसा लिखा है। ആമേൻ. ആകയാൽ സകല ദുഷ്ടതയും എല്ലാ ചതിവും വ്യാജഭാവവും അസൂയയും എല്ലാ നുണയും നീക്കിക്കളഞ്ഞ് ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പിൻ. आमीन, प्रेज लॉर्ड। उसका 2रा अध्याय का पहला वचन में से लिखे कि इसलिए सब प्रकार का वैर भाव और छल और कपट और डाह और निंदा को दूर करके नए जन्मे हुए बच्चे के समान निर्मल आत्मिक दूध की लालसा करो, ताकि उसके द्वारा उद्धार पाने के लिए बढ़ते जाओ। ആകയാൽ, इसलिए करके लिखे, इसलिए। ആമേൻ. 1-ാം അധ്യായത്തിൽ ചില ലിസ്റ്റ് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. अभी देखो पहला अध्याय में कुछ बातों को हमें बताया गया। ആമേൻ. കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങുക. ആമേൻ. കർത്താവിൽ പ്രത്യാശയുള്ളവരായി ജീവിക്കുക. ഈ ലോകത്തിൽ കഷ്ടങ്ങൾ സഹിക്കുമ്പോഴോ നിന്ദകൾ സഹിക്കുമ്പോഴോ രോഗത്തിലൂടെ കടന്നു പോകുമ്പോഴോ ഒക്കെ കർത്താവിനെ ഉള്ളിൽ പ്രതിഷ്ഠിച്ചുകൊണ്ട് ജീവിക്കുക. ആമേൻ, ഹല്ലേലൂയ എന്ന് ഉള്ള ഒരു സന്ദേശം 1-ാം അധ്യായത്തിൽ, നാം ആരാണെന്നുള്ള സന്ദേശം ഒക്കെ 1-ാം അധ്യായത്തിൽ പറഞ്ഞിട്ട്, और पहला अध्याय में ऐसा लिखा है कि हम कौन है करके बताया है, और परमेश्वर के आगमन में हाले बाट जोते हुए जीना है। इस दुनिया में कष्ट और प्रयास सब कुछ आते वक्त भी वही आशा के साथ में जीने के लिए पहला चैप्टर में बताया गया है।
ഈ ശ്രേഷ്ഠകരമായ വിളി നമുക്കുള്ളത് കൊണ്ട് और ये बहुत बड़ा ये जो बुलाहट मुझे और आपको दिया है इसके लिए ദൈവമക്കൾ എന്നുള്ള പദവിയിൽ നാം ജീവിക്കുന്നത് കൊണ്ട് ദൈവം അങ്ങനെ തെരഞ്ഞെടുത്തിരിക്കുന്നത് കൊണ്ട് और परमेश्वर का बच्चे का पद में मुझे और आपको परमेश्वर ने चुना है इसके लिए അതുകൊണ്ട് ഒരു കാരണവശാലും ലോകത്തിന്റെ ഇടപാടുകളിൽ മയങ്ങി ലോകത്തിന്റെ ചതിയിൽ വീണ് ജീവിക്കരുത് എന്നാണ് 2-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം പറയുന്നത്. और दूसरा अध्याय का पहला अध्याय में लिखे कि इसलिए दुनिया का कोई भी छल या तो कपट उसमें धोखे में आकर हम कभी घिर ना जाए. ആമേൻ. നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും തരത്തിൽ, എന്റെയോ നിങ്ങളുടെയോ ഒക്കെ ജീവിതത്തിൽ ഏതെങ്കിലും തരത്തിൽ ആമേൻ സ്തോത്രം ദുഷ്ടതയോ ആമേൻ ഹല്ല് ചതിവോ ആമേൻ ഹല്ല് വ്യാജഭാവമോ അസൂയയോ നുണയോ ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം നീക്കിക്കളഞ്ഞ് ആമേൻ ജീവിക്കുവാൻ പര്യാപ്തമായ ദൈവത്തിന്റെ വചനം ഓരോ ദിവസവും ഭക്ഷിച്ചുകൊണ്ട് അത്തരത്തിലുള്ള ജീവിതത്തിന് വേണ്ടി നമ്മെ തന്നെ എക്വിപ്പ് ചെയ്യുവാൻ ഈ രാത്രിയിൽ ഞാൻ പരിശുദ്ധാത്മാവിൽ നിങ്ങളോട് പ്രബോധിപ്പിക്കുകയാണ്. हालेलुया. इसलिए कोई भी दुष्ट या छल या तो कपट ऐसा कोई भी अगर स्वभाव हमारे अंदर है वो सब निकल कर परमेश्वर के नए जन्मे हुए हाले बच्चों के समान निर्मल आत्मिक दूध पीकर हालेलुया नया होते जाने के लिए इस शाम के वक्त पवित्र आत्मा के द्वारा मैं हर एक को आह्वान करना चाहता हूँ. ഹല്ലേലൂയ. നമ്മുടെ അകത്ത് മനുഷ്യൻ വളരുന്നുണ്ട്. ഒരു മനുഷ്യൻ വളർന്നുകൊണ്ടിരിക്കുകയാണ്. हमारे अंदर एक उल्पन्न हुआ नए जन्म का और उसका बढ़ोतरी प्रतिदिन होते जा रहा है. അത് ക്രിസ്തുവിന്റെ മനുഷ്യനാണ്. और वो मसीह का भक्त है. ആമേൻ. ക്രിസ്തുവിന്റെ ക്യാരക്ടർ ഉള്ള മനുഷ്യനാണ്. और मसीह के स्वभाव को बताने वाले मनुष्य है. ഹല്ലേലൂയ. हालेलुया. നമ്മുടെ അകത്തൊരാൾ വളരുന്നുണ്ട് എന്ന് ഈ ലോകത്തുള്ള നമ്മുടെ ചുറ്റുപാടുകളിലുള്ള നമ്മുടെ സഭയിലുള്ള നമ്മുടെ കുടുംബത്തിലുള്ള പ്രിയപ്പെട്ടവർ തിരിച്ചറിയട്ടെ. और हमारे अंदर एक नया व्यक्ति का एक बढ़ोतरी हो रहा है ये इस दुनिया में, हमारे कलीसिया में, अड़ोस पड़ोस में और हमारे परिवार में भी लोग जानने पाए. ഞാനൊരു എക്സാമ്പിൾ നിങ്ങളോട് ഓർപ്പിക്കട്ടെ. और आपसे एक उदाहरण बताना चाहता हूँ. ഒരു സ്ത്രീ ഒരു കുഞ്ഞിനെ ഉദരത്തിൽ വഹിക്കുമ്പോൾ एक स्त्री जो है, एक महिला अपने बच्चे को जब अपने पेट में लेके चलते हैं, ആദ്യത്തെ ചില മാസങ്ങൾ ഒരുപക്ഷെ ആരും അറിയണമെന്നില്ല, 1-2 മാസങ്ങൾ ആരും അറിയണമെന്നില്ല. शायद पहला और दूसरा महीने में किसी को शायद पता नहीं चलेगा, എന്നാൽ അത് കഴിയുമ്പോൾ ആളുകൾ മനസ്സിലാക്കി തുടങ്ങും. मगर 1-2 महीने के बाद में लोगों को अपने आप पता चल जाता है. ആ സഹോദരിയുടെ ഉള്ളിൽ ഒരു കുഞ്ഞ് വളർന്നു വരുന്നുണ്ട്. लोगों को खुद बिना बताए पता चलता है कि इस महिला के पेट में एक बच्चे का बढ़ोतरी हो रहा है. അതെങ്ങനെയാണ് ലോകം അറിഞ്ഞത്? और ये दुनिया को कैसा पता चला? അവളുടെ ശരീരത്തിൽ ചില മാറ്റങ്ങൾ കണ്ടതുകൊണ്ടാണ്. यस, उनका शरीर में कुछ बदलाव के वजह से दुनिया को इस बात को पता चलता है. ഹല്ലേലൂയ. हालेलुया. മാസങ്ങൾ അങ്ങോട്ട് കഴിഞ്ഞു കഴിയുമ്പോൾ और कुछ महीना बीतने के बाद में ആ സഹോദരി വെയിറ്റ് ചെയ്യുകയാണ് അതൊന്ന് പുറത്തേക്ക് വരുവാൻ. और उस स्त्री इंतजार कर रहा है कि उसका बाहर उसको अच्छे रिजल्ट मिलने के लिए. ഹല്ലേലൂയ. അവളൊരു നല്ല കുഞ്ഞിന് വേണ്ടി കാത്തിരിക്കുകയാണ്. और अच्छे एक बच्चे के लिए वो इंतजार में है. वो ദൈവത്തിന്റെ വചനം പറയുന്നു, परमेश्वर का वचन कहता है. ആമേൻ. ഹല്ലേലൂയ. കർത്താവിന്റെ വരവിന് വേണ്ടി സകല സൃഷ്ടിയും ഈറ്റുനോടെ കാത്തിരിക്കുകയാണ്. और परमेश्वर का आगमन के लिए सारा कुदरत प्रकृति भी सब कुछ उसका बाट जो रहा है. നമ്മുടെ അകത്ത് ആ നല്ല മനുഷ്യൻ വളർന്ന് ലോകത്തിനത് വെളിപ്പെട്ട് ഒരു ദിവസം നമ്മുടെ കർത്താവിന്റെ കാഹളം കേൾക്കുമ്പോൾ ആമേൻ അവർ ഈ ലോകത്ത് നിന്ന് പോകുവാനിടയായിത്തീരും. ഒരു ഡെലിവറൻസ് നടക്കുവാനിടയായി. आमीन. इस तरीके से अंदर के इंसान का बढ़ोतरी होते 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 इंतजार करते करते एक दिन जब परमेश्वर का आगमन होगा, बड़े खुशी के साथ में उसका आगमन में उसके साथ हम सब लोग उठा लिया जाने की खुशखबरी दे रहा हूँ. നമ്മുടെ കർത്താവ് വരാറായി. हमारा प्रभु बहुत जल्दी आने वाला है. ആരും നമ്മളെ ചതിക്കരുത്. कोई भी आपको धोखे में ना रखे. ആമേൻ. ഞാൻ പ്രവാചകന്മാരെ ഒന്നും പറയുകയല്ല, ഞാൻ പ്രവചനം ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. പക്ഷെ കൂടുതൽ ഭൗതികത മാത്രം പറഞ്ഞ് നമ്മളെ അതിൽ തളച്ചിടുവാൻ ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് ആമേൻ വളരെ സൗമ്യതയോടുകൂടെ അതിൽ നിന്ന് വെളിയിൽ വരുവാൻ ഇന്ന് രാത്രിയിൽ ഞാൻ ഓർപ്പിക്കുകയാണ്. और क्या, हालेलुया. मैं भविष्यता से विरुद्ध में मैं बिल्कुल नहीं हूं, मगर फिर भी मैं आपसे कहना चाहता हूं, अगर बार बार आर्थिक सांसारिक आशीष के बारे में अगर आपको बता रहे कोई भी भविष्यता, तो उसमें से बहुत बुद्धि के साथ में सोचकर प्रभु के वचन की ओर रहकर उसमें से हाल बुद्धि के साथ में चलने की आलोचना देता हूं. അനുഗ്രഹമില്ല എന്നല്ല, നന്മകളില്ല എന്നല്ല, അതൊന്നുമില്ലാതെ ഈ ഭൂമിയിൽ ജീവിക്കുവാൻ നമുക്ക് കഴിയത്തില്ല.
मैं ऐसा नहीं कहता कोई अनुग्रह नहीं है, मैं ऐसा नहीं कहता कोई भलाई नहीं है, इसके सिवा हम लोग दुनिया में नहीं जी सकते। എന്നാൽ സഭ അതിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്താൽ, मगर कलीसिया सिर्फ उसी की ओर अगर ध्यान दे, ആമേൻ, സഭയ്ക്ക് എവിടെയോ ഒരു മിസ്റ്റേക്ക് സംഭവിച്ചു എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. तो हम समझना है कि सभा कलीसिया कहीं ना कहीं तो गलत है। ആമേൻ. കർത്താവിനെ പ്രകടമാക്കുവാനായിട്ട് വിളിച്ചിരിക്കുകയാണ് നമ്മളെ. प्रियो, मुझे और आपको इसके लिए बोला है कि हम परमेश्वर का स्वभाव को हम लोग प्रकट करें, സഭയിൽ നഷ്ടപ്പെട്ടു പോയ സ്നേഹം മടങ്ങി വരട്ടെ. और कलीसिया में जो प्रेम जो नष्ट हुआ है वो प्रेम वापस आने दो, ഭിന്നതകൾ ഇല്ലാത്തവരായി നമുക്ക് തീരാം. और भेदभाव के बिना हम लोग जी सकते हैं, കപടതകൾ ഇല്ലാത്തവരായി നമുക്ക് തീരാം. और बिना कपट के मैं और आप जीना है। ഹല്ലേലൂയ. हालेलुया। അങ്ങനെയാണെങ്കിൽ നമ്മൾ ക്രിസ്തുവിനെ പ്രതിബിംബിക്കുകയാണ് ഈ ലോകത്ത്. അങ്ങനെയുള്ളവർ കർത്താവിന്റെ വരവെങ്കിൽ എടുക്കപ്പെടുവാനിടയായി തീരും. अगर ऐसा तो प्रभु यीशु मसीह का प्रतिच्छाया को दुनिया में दिखाते हुए परमेश्वर के आंगन में मैं और आप जरूर उठा सकते हैं। ദൈവമായ കർത്താവ് നമ്മളെ എല്ലാവരെയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. परमेश्वर पिता हम सबको सहायता और अनुग्रह करे। നല്ലൊരു ഒരുക്കം ഈ ദിവസങ്ങളിൽ ഒരുങ്ങട്ടെ. प्रियो, इन दिनों में बहुत बड़ा एक तैयारी मेरा और आपका होना है। ഒരുപക്ഷെ നമ്മുടെ കർത്താവിന്റെ വരവായിരിക്കാം. हो सकता है कि हमारा प्रभु का आगमन हो जाए, അതല്ലെങ്കിൽ ഈ ലോകത്ത് അതിനു മുമ്പ് നമ്മൾ കർത്താവിന്റെ അടുക്കിലേക്ക് പോകുകയായിരിക്കാം. या हो सकता है कि उससे पहले या तो हम प्रभु के साथ चले जाएं। ഏതാണെങ്കിലും जो भी हो, നമുക്ക് നഷ്ടം സംഭവിക്കരുത്. हमें नुकसान नहीं होना चाहिए, നമുക്ക് നഷ്ടം സംഭവിക്കരുത്. हमें किसी भी तरीके का नुकसान नहीं होना चाहिए। നമുക്ക് കർത്താവിന്റെ രാജ്യത്തെത്തണം. हमें प्रभु के राज्य में प्रवेश करना है। അതിനുവേണ്ടി നമുക്ക് ഒരുങ്ങാം. കർത്താവ് നമ്മളെ സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. इसके लिए हम तैयार करेंगे, परमेश्वर में सहायता करे। ആമേൻ. ഈ അവസരം ഒരുക്കി തന്ന കർത്താവിന്റെ ദാസന്മാരോടും വിശേഷാൽ കർത്താവിന്റെ ദാസൻ എൻ സി തോമസ് അവറുകളോടും ഇതുവരെയും ദൈവജനം ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന ദൈവമക്കളോടും ദൈവദാസന്മാരോടും ആമേൻ വളരെ നന്ദി അറിയിക്കുന്നു. ദൈവമായ കർത്താവ് സഹായിക്കട്ടെ. ഞങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിക്കുകയാണ്. ഞാൻ എൻ്റെ വൈഫ് ലിസ, ഞങ്ങൾക്ക് 2 കുഞ്ഞുങ്ങൾ ജൊഹാൻ ആൻഡ് ജൊഹാന, അവർ ബോംബെയിലായിരിക്കുന്നു. അവരെയും ഞങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കണമേ, മിനിസ്ട്രിയെയും ഓർത്ത് പ്രാർത്ഥിക്കണമേ എന്ന് ദൈവനാമത്തിൽ അറിയിക്കുന്നു. കർത്താവിന് വേണ്ടി ജീവിക്കുവാൻ കർത്താവ് കൂടുതൽ സഹായം ഞങ്ങളുടെ മേലും കൃപ ഞങ്ങളുടെ മേലും പകരേണ്ടതിന് നിങ്ങളുടെ പ്രാർത്ഥന ഞങ്ങളും ചോദിക്കുന്നു. ദൈവമായ കർത്താവ് സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. ഈ മെസ്സേജ് ട്രാൻസ്ലേറ്റ് ചെയ്ത കർത്താവിന്റെ ദാസൻ പാസ്റ്റർ രവി നമ്പ്യാർ അവരോടുമുള്ള നന്ദിയും ഇത്തരത്തിൽ അറിയിക്കുന്നു. കർത്താവ് നമ്മളെ സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. प्रेज द लॉर्ड। अभी तक इस वचन को प्रचार करने के लिए हालेलुया मुझे बुलाया हुआ पास्टर हालेलुया एमसी थॉमस जी के लिए मैं धन्यवाद देता हूं, और इसमें जितने लोग जुड़े हैं उन सब से मैं धन्यवाद देता हूं। हालेलुया हालेलुया। पास्टर जी के लिए प्रार्थना मांगा है, उनको, उनका पत्नी, 2 बच्चे हैं, मुंबई में है, उनको सबको और उनका मिनिस्ट्री को याद करते हुए प्रार्थना करें, और अनुवाद करने वाले परमेश्वर के दास को भी याद करते हुए धन्यवाद देता हूं। परमेश्वर इस वचन से आप सबको आशीष करे। प्रेज द लॉर्ड। Okay, thank you, Pastor. Stotram. Pastor Ravi Nambyar, Okay. please continue. आमीन। हालेलुया। धन्यवाद। हालेलुया। बहुत सुंदर सा वचन इस शाम के समय में प्रभु ने हमें सुनाने को दिया है। हालेलुया। परमेश्वर के हालेलुया श्रेष्ठ दास हालेलुया यूएसए पास्टर सोनी जोसेफ जी हमारे बीच में हालेलुया बहुत अच्छा और जागृति का उत्साहित करने वाला हालेलुया पहला पत्रस के पहला अध्याय और दूसरा अध्याय से उन्होंने कुछ वचन हमें दिया। बहुत मुझे खुशी हुआ। उन्होंने एक बात बताया, हमारा नया जन्म कोई अविनाशी बीज से नहीं, कोई नाश होने वाला बीज से नहीं, वो परमेश्वर का वचन से हुआ है। और उन्होंने हमें याद दिलाया हालेलुया अगर परमेश्वर का नष्ट या तो खात्मा कभी नहीं होते हैं तो उनका वचन कभी खात्मा नहीं होगा। हालेलुया। ये शरीर, ये मिट्टी का शरीर शायद मिट सकते हैं, ये दुनिया का फूल झाड़ सब कुछ नाश हो सकता है, मगर हमारे अंदर नया जन्म पाया हुआ मनुष्य इसका कभी खात्मा नहीं हो सकता। हालेलुया। सुंदर से वचन के लिए धन्यवाद। और हालेलुया और मैं पास्टर हालेलुया സോണി ജോസഫ് उनका മിനിസ്ട്രിക്ക് उनको धन्यवाद देता हूं। ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ, നിങ്ങളുടെ മിനിസ്ട്രി അനുഗ്രഹിക്കട്ടെ, നിങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കട്ടെ। വീണ്ടും ദൈവരാജ്യത്തിന് വേണ്ടി ഇതുപോലെ ഉണർവിന്റെ പ്രസംഗം അനേകർക്ക് നൽകുവാൻ തക്കണം ദേവദാസനും കുടുംബത്തെയും ദൈവം ഒരുപാട് അനുഗ്രഹിക്കട്ടെ। हालेलुया। ഞങ്ങളുടെ പ്രാർത്ഥന എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും। हालेलुया। इसके लिए प्रियो हालेलुया आइए अभी हम प्रार्थना करने जा रहा है, इस बात को लेकर प्रार्थना करेंगे। हालेलुया। पास्टर सोनी जोसेफ उनका परिवार के लिए, उनका मिनिस्ट्री के लिए हम प्रार्थना करेंगे, और आज जो वचन सुना है उस वचन को मनन करके प्रार्थना करेंगे। और जितने भी लोग आज इस प्रार्थना में जुड़ा है, ये आज का प्रार्थना उन सबको आशीष का कारण बनने के लिए हम आखिरी प्रार्थना करेंगे। हालेलुया। और प्रार्थना के हालेलुया व्यक्ति के नाम पास्टर थॉमस जी बताएंगे।
पास्टर महेश आचार्य प्रार्थना कर पास्टर जॉर्ज वर्की, पास्टर आशीर्वाद बोले। ओके, पास्टर महेश आचार्य आखिरी प्रार्थना करेंगे और हमारे लवन होप के प्रेसिडेंट जॉर्ज वर्की पास्टर जी हमारे बीच में है, वो आशीर्वाद बोलकर हमें सहायता करेंगे। आमेन, हालेलुया, हालेलुया। पास्टर क्या कहो? यस हालेलुया, हालेलुया, हालेलुया। थैंक यू लॉर्ड। प्यारे खुदा जिंदा परमेश्वर, आपके पवित्र नाम को धन्यवाद देते हैं प्रभु। आज का ये सुंदर अवसर आपने हमारे जीवन में उपलब्ध करके दिया, इसके लिए धन्यवाद। मेरे खुदावन प्रभु, आज हम बेटे ने आपने हमें बिठाया, इसके लिए धन्यवाद देते हैं। ये मीटिंग प्रभु जी आयोजित करने के लिए खुदावन प्रभु जी पिता लव एंड ऑफ कॉन्ग्रीगेशन के जनरल कोऑर्डिनेटर परमेश्वर के दास MC थॉमस खुदावन और तमाम बोर्ड ऑफ डायरेक्टर्स को खुदावन प्रभु जी आपने ये दर्शन दिया, इसके लिए मैं धन्यवाद देता हूँ। खुदावन वो दर्शन खाली नहीं जाएगा, इसके लिए मैं धन्यवाद देता हूँ। इन दिनों में वचन के द्वारा प्रभु आप हमसे बात कर रहे हैं लॉर्ड। आप चाहते हैं कि एक भी जन नाश ना हो। आप चाहते हैं कि प्रभु हर एक जो आपके बंदे हैं, आपकी बंदियां हैं खुदावन आपके चरणों में पहुंच जाए। आप चाहते हैं कि प्रभु जी आपका हर एक दास और दासी जो सेवकाई कर रहे हैं वो प्रभु जी पिता हालेलुया व्यर्थ ना हो, परंतु परमेश्वर वो लाभदायक होकर अंत में प्रभु जी स्वर्गीय वारिस के नाम पर प्रभु जी आपके चरणों में पहुंच जाए खुदावन। आपका ये महान प्रेम और आपकी इस दया के लिए खुदा हम आपके शुक्र गुजार है खुदावन। प्रभु माँ अपने बेटे से जैसा प्यार नहीं कर सकती, पिता अपने बेटे से जैसा प्यार नहीं कर सकता, उससे भी बड़ा प्यार खुदा आप अपने भक्तों से करते हैं। इसके लिए प्रभु हम आपको धन्यवाद देते हैं। मेरे खुदावन वचन ऐसा कहता है हालेलुया, अगर परमेश्वर मारता है हालेलुया ताकि वो बच्चा सुधर जाए। थैंक यू लॉर्ड। प्रभु आज वचन के द्वारा प्रभु आपने हमें प्रभु जी हालेलुया सिखाया, समझाया, सुधारा, इसके लिए प्रभु हम आपको धन्यवाद देते हैं। प्रभु ये समय खुदा पास्टर सोनी के लिए प्रार्थना करते हैं, आपके दास को आपने इस्तेमाल किया मेरे खुदा, धन्यवाद। उनकी मीटिंग, उनके प्रभु जी सेवकाई को, उनके परिवार को, उनके प्रभु जी जितने भी प्रभु जी हालेलुया सेवकाई है उन सबको ब्लेस करे यीशु के नाम से। आने वाले दिनों में खुदा ये वचन जो उन्होंने बोला है हालेलुया प्रभु जी हालेलुया स्तोत्रम, इसी द्वारा इसी ऐसा ही प्रभु जी अनेक जगहों में, अनेक स्थानों में, अनेक राष्ट्रों में, अनेक जगहों पर प्रभु आपके दास को आप इस्तेमाल करें खुदा, ताकि आपके दास के द्वारा हालेलुया आपके नाम की महिमा हो हालेलुया। और अनेक पीछाटे हुए लोग, अनेक प्रभु जी पाप में गिरे हुए लोग, आपके बंदे कहलाने वाले आपके लोग जो आपसे दूर चले गए वो आपके करीब आ जाए। मेरे खुदावन आपके दास के द्वारा वचन देकर आज आपने हमें और आपके करीब लाया, इसके लिए प्रभु धन्यवाद। मेरे प्रभु जी ये वचन हमारे अंदर प्रभु जी हालेलुया एक बीज के समान उगने दे प्रभु जी, और वो 100 गुना फल लेके आए प्रभु जी। हाँ प्रभु आपने हमें हालेलुया स्तोत्रम नाशवान रीति से नहीं, अविनाशी अंदर प्रभु जी पिता जीवन दिया है, इसके लिए मैं धन्यवाद देता हूँ मेरे खुदा। और उस अविनाशी जीवन को प्रभु हालेलुया आपके हालेलुया प्रभु जी हाथ में हम देते हैं प्रभु जी। हम चाहते हैं ये नाश ना हो प्रभु, परंतु अंत के दिनों में जब प्रभु तुरही फूकी जाए, ये जीवन भी प्रभु जिस जो कान है खुदा उस तुरही को सुने, उस आवाज को सुने, और प्रभु इसके मालिक के पास जो आप है खुदा आप तक पहुंचने के लिए मदद करे खुदाया हालेलुया। आपने ऐसा किया, इसके धन्यवाद। इस प्रभु मीटिंग में जुड़े हुए हर एक को नाज़रेती यीशु के नाम से हम ब्लेस करते हैं खुदा। प्रभु ये वचन हर एक के लिए आशीष का कारण बने, ये वचन हर एक के लिए उद्धार का कारण बने, ये वचन हर एक के लिए प्रभु बढ़ोतरी का कारण बने यीशु नासरी के नाम से खुदा। प्रभु हमें मालूम है प्रभु जी कुछ भी व्यर्थ नहीं होगा प्रभु। आने वाले दिनों में हम आपके राज्य के लिए इस्तेमाल होंगे, आने वाले दिनों में आपके नाम की महिमा हमारे द्वारा होगी प्रभु जी। थैंक यू लॉर्ड इन द नेम ऑफ जीसस। आपने प्रार्थना सुना, इसके लिए धन्यवाद। अब परमेश्वर लीड करने वाले परमेश्वर के दास पास्टर रवि नंबियार को आप आशीष करे प्रभु जी। पास्टर जोश हालेलुया जो वाइस प्रेसिडेंट है, जोधपुर के पास जो प्रेसिडेंट है, ट्रेजरर सजी कुंदविला ब्रदर को प्रभु जी हालेलुया प्रभु जी, जो कि मैं जो जॉइंट सेक्रेटरी है, उन सबों को आप ब्लेस करे। इस सेवकों को, इस संस्था को चलाने वाले जितने भी लोग हैं प्रभु, जिन जिन लोगों ने हाथ बढ़ाकर इस संस्था को खड़ा किया है प्रभु जी, इन सबों के हाथों के साथ आपका हाथ होने दे परमेश्वर खुदा। हम विश्वास करते हैं कितना भी हम मेहनत करें, अगर उस मेहनत में आपका हाथ नहीं है प्रभु जी, सब कुछ व्यर्थ है। हालेलुया। हम प्रार्थना करते प्रभु आपकी उपस्थिति हम सबके साथ में रहे। हालेलुया। हम सेवकाई करने वाले आपके दास लोग हमारे साथ भी आप रहे प्रभु जी। हालेलुया। आप अनुग्रह में चलाए। प्रार्थना आपने सुना, इसके लिए धन्यवाद देते हैं। छोटी सी प्रार्थना नाज़रेती यीशु के नाम से मांगते हैं, सुनो गणकर प्यारे पिता परमेश्वर। आमीन आमीन आमीन। പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ സംബന്ധവും സഹവാസവും നാം ഓരോരുത്തരോടും
പ്രാർത്ഥിച്ച വിഷയങ്ങളോടും വചനം സംസാരിച്ച കർത്തൃദാസനോടും കുടുംബത്തോടും നമ്മുടെ കോൺഗ്രിഗേഷനോടും സംബന്ധിച്ച എല്ലാവരോടും കർത്താവിന്റെ വരവരേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഹല്ലേലൂയ.